സൂയിസൈഡൽ അറ്റംപ്റ്റ് നിരന്തരമായിട്ട് ചെയ്യാനുള്ള ഒരു പ്രവൃത്തി ചെയ്തിട്ടുണ്ട്. അവന് കഴിവില്ലാത്തതുകൊണ്ടല്ല അവനൊരു ആർജി ആവാത്തത്, അവന് കഴിവുണ്ട്, പക്ഷെ അവനത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം എന്താ, നമ്മുടെ ഇത് എക്സ്പ്രസ് ചെയ്താൽ അത് സേഫ് അല്ല എന്നുള്ള ഉള്ളിലെ കുഞ്ഞാണ് അവനെ പിന്നിലേക്ക് വലിക്കുന്നത്. എന്താണ് ഈ മാനിഫെസ്റ്റേഷൻ ശരിക്കും? വെരി ഗുഡ് ക്വസ്റ്റ്യൻ. നമ്മുടെ ലൈഫിൽ നടക്കുന്ന റിയാലിറ്റീനെയാണ് മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത്. ഇമോഷണലി അൺഅവൈലബിൾ ആയിട്ടുള്ള പാർട്ട്നേഴ്സിനെ നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യും. മാനിഫെസ്റ്റ് ചെയ്യുന്നോ? മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞൊരു റിയാലിറ്റി അല്ലേ. നമ്മൾ കുഞ്ഞിലേ തൊട്ട് ഇതിങ്ങനെ ഇമോഷണലി അൺഅവൈലബിൾ ആയിട്ടുള്ള പാരൻസിന്റെ കൂടെ ജീവിച്ച് ഓക്കെ ഒറ്റയ്ക്കാണ് നമ്മുടെ ലൈഫ്, ഒറ്റയ്ക്കാണ്, ഒറ്റപ്പെടലാണ് നമ്മളുടെ സേഫ്റ്റി. കണ്ണടച്ചിട്ട് നിങ്ങളുടെ സോളിനോട് നിങ്ങൾ ചോദിക്കുക, ഇതിൽ നിന്നും യൂണിവേഴ്സിലെ എൻ്റെ ക്രിയേറ്റർ എനിക്ക് തരാൻ ഉദ്ദേശിക്കുന്ന മെസ്സേജ് എന്താണെന്നുള്ളത്. ഫസ്റ്റ് തോട്ട് എടുക്കണം. ആദ്യത്തെ തോട്ടാണ് സോൾ എന്ന് വരുന്നത്, പിന്നെ നമ്മുടെ ഹ്യൂമൻ തോട്ട് എന്ന് വരുന്നത്. ഞാൻ പറഞ്ഞു, നീ അത് പറഞ്ഞിട്ടും കേൾക്കാനിപ്പോൾ എന്ത് ചെയ്തു, ദൈവം അടുത്ത ഒരു കാര്യം നിനക്ക് ഇട്ട് തരാം, നിനക്ക് ഏറ്റവും ഇഷ്ടമുള്ള റിലേഷൻഷിപ്പ്. ആ റിലേഷൻഷിപ്പിൽ ക്രാക്ക് വരികയാണ് ഈ ഒരു കാരണം കൊണ്ട്. അറിഞ്ഞോ അറിയാതെ നിന്റെ ഞാൻ പറഞ്ഞു, ഞാനല്ല ഈ ഉത്തരം പറഞ്ഞത്, നിന്റെ സോള് നിങ്ങളോട് പറഞ്ഞത്, നീ എനിക്ക് പറഞ്ഞു തന്നതാണ്. നിങ്ങൾ വർക്ക് ചെയ്യാൻ റെഡിയാണ്. ഒരു 2 ആഴ്ച അങ്ങനെയല്ല, ഞാൻ പറയും യു ഡെഡിക്കേറ്റ് 1 year ഫോർ യുവർ സെൽഫ്. ജീവിതായുസിൻ്റെ ഒരേ ഒരു വർഷം, ആ ഒറ്റ വർഷം വേറെ ആർക്കും വേണ്ടിയിട്ടല്ല, നിങ്ങൾക്ക് വേണ്ടി നിങ്ങളൊന്ന് മാറ്റി വെച്ച് നോക്കിക്കേ. പക്ഷെ നമ്മൾ പറയാണ് എനിക്ക് ഓറഞ്ചാണ് ഇഷ്ടം, നിങ്ങൾ വാട്ടർമെലൺ, എനിക്ക് അത് വേണ്ട, എനിക്ക് ഓറഞ്ച് ഇഷ്ടം. അപ്പോൾ ക്ലാരിറ്റി. സോ അവർ ക്രിയേറ്റർ ലവ്സ് ക്ലാരിറ്റി, മണി ലവ്സ് ക്ലാരിറ്റി. ക്ലാരിറ്റി ഉള്ളിടത്താണ് കാര്യങ്ങൾ ചെല്ലുന്നത് എന്നുള്ളതാണ്. ഇവർ മാനിഫെസ്റ്റേഷൻ ചെയ്തിട്ടൊന്നും ഒരു കാര്യമില്ല എന്ന് തോന്നുന്നു, അങ്ങനെ ഒരു വിഭാഗം ഉണ്ടോ? ട്യൂൺ ചെയ്യണമെങ്കിൽ വി ഷുഡ് ടേക്ക് ദാറ്റ് റെസ്പോൺസിബിലിറ്റി. നമ്മൾ തീരുമാനിച്ച് നമ്മൾ ഇറങ്ങി തിരിക്കണം. അതിന് നമ്മൾ റെഡി ആവണം. മാനിഫെസ്റ്റേഷൻ വിദ്യാഭ്യാസം പ്രശ്നമല്ല, പ്രായം പ്രശ്നമല്ല, ഒറ്റൊരു കാര്യമുള്ളൂ, ആഗ്രഹം, തീവ്രമായിട്ടുള്ള ആഗ്രഹം. അതുണ്ടോ ഈ പ്രപഞ്ചം മുഴുവനും നമ്മൾക്ക് വേണ്ടി വർക്ക് ചെയ്യും. നമ്മുടെ എല്ലാവരുടെ ലൈഫിൽ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മാനിഫെസ്റ്റേഷൻ ആയിരിക്കും. എന്താണ് ഈ മാനിഫെസ്റ്റേഷൻ എന്നറിയാൻ വേണ്ടിയിട്ട് ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് മാനിഫെസ്റ്റേഷൻ കോച്ചാണ്. ആൻഡ് വി ഹാവ് ടു സ്കെയിൽ അപ്പ്, സോ വി ഹാവ് സ്കെയിൽ അപ്പ് വിത്ത് നിമ്മി. ഹലോ നിമ്മി. ഹായ്, നമസ്കാരം. നമസ്കാരം. എനിക്ക് ആ പേര് ഭയങ്കര ഇഷ്ടപ്പെട്ടു, സ്കെയിൽ അപ്പ് വിത്ത് നിമ്മി എന്ന് പറയുമ്പോൾ ഒരു അപ്ഗ്രേഡ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിമ്മിയുടെ കൂടെ ആകാന്നുള്ളത്. ഞാൻ ഏറ്റവും ചെയ്യുക, ഞാൻ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്ന ഒരു വ്യക്തിയാണോ എന്ന് വെച്ചാൽ എനിക്ക് എൻ്റെ പ്രോപ്പർ റൂട്ടോ കാര്യങ്ങളോ ഒന്നും എനിക്കറിയില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ചോദിക്കുകയാണ്, എന്താണ് ഈ മാനിഫെസ്റ്റേഷൻ ശരിക്കും? വെരി ഗുഡ് ക്വസ്റ്റ്യൻ. അപ്പം എന്താണ് മാനിഫെസ്റ്റേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ലൈഫിൽ നടക്കുന്ന റിയാലിറ്റീനെയാണ് മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ പലരും തെറ്റിദ്ധരിക്കാറുണ്ട്, നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ മാത്രമേ നമുക്ക് മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളത്. അല്ല, ഇപ്പം നമ്മുടെ തോട്ട്സ്, നമ്മുടെ ചിന്തകൾ, നമ്മുടെ സംസാരങ്ങൾ, നമ്മുടെ ഇൻറ്റൻഷൻസ്, നമ്മുടെ ആക്ഷൻസ്, ഇതിനെല്ലാം ഔട്ട്കമായിട്ട് നമ്മുടെ ലൈഫിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഈ കാര്യത്തിനെയാണ് മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെ നമുക്കൊരു നാച്ചുറൽ മാനിഫെസ്റ്റേഷൻ എന്ന് പറയാം. അപ്പൊ നമ്മുടെ ചിന്തകളും നമ്മുടെ സംസാരവും നമ്മുടെ ആക്ഷനും നമ്മുടെ ഇന്റൻഷനും നമ്മുടെ ഡിസിഷനും ഒക്കെ അനുസരിച്ചാണ് നമ്മളുടെ ഇപ്പോഴത്തെ ലൈഫിന്റെ റിയാലിറ്റി എങ്കിൽ, എന്നാൽ പിന്നെ നമുക്ക് എങ്ങനെ കോൺഷ്യസ്ലി നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ഇതുപോലെ നേടാനായിട്ട് സാധിക്കില്ലേ? ഇപ്പം നാച്ചുറലായിട്ട് മഴ നാച്ചുറലായിട്ട് പെയ്യുന്നുണ്ട് അല്ലേ? ആ മഴ എങ്ങനെയാണ് പെയ്യുന്നത് എന്നുള്ളതിന്റെ പ്രോസസ്സ് മനസ്സിലാക്കിയിട്ട് നമ്മൾ ക്ലൗഡ് സീഡിങ് ചെയ്ത് മഴ പെയ്യിക്കുന്നില്ലേ? അതുപോലെയാണ് നാച്ചുറൽ റെയിനും ക്ലൗഡ് സീഡിങ് റെയിനും പോലെയാണ് നാച്ചുറൽ മാനിഫെസ്റ്റേഷനും കോൺഷ്യസ് മാനിഫെസ്റ്റേഷനും. ഞാൻ പഠിപ്പിക്കുന്നത് കോൺഷ്യസ്ലി ഹൗ വി ക്യാൻ മാനിഫെസ്റ്റ് എന്നുള്ളതാണ്. പോസിറ്റീവ് തിങ്കിങ്ങും മാനിഫെസ്റ്റേഷനും തമ്മിൽ എന്താ അപ്പം ബന്ധം വരിക? ഈ എനിക്ക് പെട്ടെന്ന് പറഞ്ഞപ്പോൾ അതാണ് ക്രാക്ക് ആയത്. പോസിറ്റീവ് നിങ്ങൾ ചിന്തിക്കുവാണെങ്കിൽ അത് നിങ്ങളുടെ ലൈഫിനെ ഒരു സൈഡിൽ എഫക്റ്റ് ആകും എന്നല്ലേ ഉദ്ദേശിച്ച് വരുന്നത്, ആണോ? തീർച്ചയായിട്ടും. പക്ഷേ ഒരിക്കലും നമുക്ക് പോസിറ്റീവ് തിങ്കിങ് ഒരു സ്ട്രാറ്റജി ആയിട്ട് നമുക്ക് എടുക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. ആൻഡ് ഹോപ്പ് ഇസ് ഓൾസോ നോട്ട് എ സ്ട്രാറ്റജി. നമ്മുടെ ലൈഫിൽ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, എത്രയോ ആൾക്കാർ, ഞാൻ വളരെ പണ്ട് മുതലേ ഞാൻ വളരെ പോസിറ്റീവായിട്ടുള്ളൊരു വ്യക്തിയായിരുന്നു. പക്ഷേ ഈ കോൺഷ്യസ് മാനിഫെസ്റ്റേഷനെ കുറിച്ച് അറിയുകയും ആ ഒരു ഹീലിംഗ് അല്ലെങ്കിൽ അലൈൻമെന്റ്, ആ ഒരു ജേർണിനെ അതിലൂടെയൊക്കെ നമ്മൾ പോയപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ലൈഫിൽ വിസിബിളായിട്ട് മാറ്റങ്ങൾ വരാൻ തുടങ്ങിയത്. അപ്പം പോസിറ്റീവ് തിങ്കിങ് എന്ന് പറയുമ്പോൾ നമ്മൾ പോസിറ്റീവായിട്ട് എത്രയോ റീൽസ് കാണും, അത് കാണുമ്പോൾ ഒന്ന് പറഞ്ഞിങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് കയറി എക്സാക്ട്ലി. അതായത് ഇപ്പം നമ്മുടെ കൈ ഒന്ന് ഒടിഞ്ഞിരിക്കാന്ന് വിചാരിക്കുക, ഫ്രാക്ചർ ആയെന്ന് വിചാരിക്കുക, നമുക്ക് നല്ല പെയിൻ ഉണ്ട്, ആ കൈ വെച്ചൊന്നും ചെയ്യാൻ പറ്റില്ല അല്ലേ? ആ പെയിൻ ആണ് മുഖ്യം എന്ന് വിചാരിച്ച് നമ്മൾ എന്ത് ചെയ്യും, പെയിൻ കില്ലർ കഴിക്കും. പക്ഷെ പെയിൻ കില്ലർ കഴിക്കുമ്പോൾ വേദന ഉണ്ടാവില്ല, പക്ഷെ കൈ നമുക്ക് ശരിക്കും ആവശ്യം എന്താണ്, കൈ നിവരുക എന്നുള്ളതാണ് അല്ലേ? അപ്പൊ അതിന് നമ്മൾ പ്ലാസ്റ്റർ ഇടുക തന്നെ വേണം. അപ്പോൾ ഈ പോസിറ്റീവ് തിങ്കിങ് മാനിഫെസ്റ്റേഷൻ ജേർണിയിൽ ഒരു പെയിൻ കില്ലർ പോലെ മാത്രമേ ആവുന്നുള്ളൂ. അപ്പം പോസിറ്റീവ് നമ്മളെ നിർബന്ധിച്ചുകൊണ്ട് പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യലല്ല. നമ്മളിപ്പോ എന്തെങ്കിലും കാണുമ്പോൾ നാച്ചുറലി നമുക്ക് കുറെ നെഗറ്റീവ് തോട്ട്സ് ഒക്കെ വരൂലേ, അതുപോലെ നാച്ചുറലി നമുക്ക് പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യാൻ പറ്റണം.
അങ്ങനെ സംഭവിക്കുമ്പോഴാണ് ഇത് നമ്മുടെ ലൈഫിൽ ഭയങ്കരമായിട്ട് ഇമ്പാക്ട് ചെയ്യുന്നത് ആക്ച്വലി. എനിക്ക് മനസ്സിലായി എനർജി എന്ന് നിമ്മി ഉദ്ദേശിക്കുന്ന എന്താണ്. കുറച്ചും കൂടി ഒരു സിംപ്ലർ ടേംസിൽ നമുക്ക് ഈ എനർജി 50 ലക്ഷം 10,000 ഒക്കെ കണക്റ്റബിൾ ആണ്. പക്ഷെ ഒന്ന് പറയാമോ? ഉറപ്പായിട്ടും. ഇപ്പൊ സിമ്പിളായിട്ട് പറഞ്ഞു തരികയാണെങ്കിൽ ഇപ്പൊ നമ്മളുടെ കയ്യിലൊരു FM റേഡിയോ ഉണ്ട്. നമുക്ക് എന്ത് ചെയ്യണം, ഒരു 98.5 എന്ന FM പ്രോഗ്രാം നമുക്ക് കേൾക്കണം. റേഡിയോ ഉണ്ട്, പവർ ഓൺ ആയി, നമുക്ക് കേൾക്കാൻ പറ്റുമോ? ഓൺ ആയി തന്നെ പറ്റുമോ? ട്യൂൺ ചെയ്യാൻ തുടങ്ങി 88 ആയി, 98.5 കേൾക്കാൻ പറ്റുമോ? ഇല്ല. നമ്മൾ ട്യൂൺ ചെയ്ത് ട്യൂൺ എന്താണ് എനിക്ക് പറ്റുന്നത്, 88.9 എത്തി, അപ്പൊ നമുക്ക് അതേ കേൾക്കാൻ പറ്റുള്ളൂ. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം, 98.5 എന്ന FM നമ്മുടെ റേഡിയോനെ ട്യൂൺ ചെയ്യുമ്പോൾ ഈ റേഡിയോയുടെ ഫ്രീക്വൻസി നമ്മൾ കേൾക്കണം എന്ന് ആഗ്രഹിക്കുന്ന FM സ്റ്റേഷന്റെ ഫ്രീക്വൻസി ആയിട്ട് മാച്ച് ആകുമ്പോഴാണ് ഹലോ നിങ്ങൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് 98.5 FM എന്ന് പറഞ്ഞിട്ട് നമ്മൾ കേൾക്കുന്നത്. അപ്പൊ അതേപോലെ ആ റേഡിയോ ആയിട്ട് നമ്മളെ കൺസിഡർ ചെയ്യുക, FM സ്റ്റേഷൻ ആയിട്ട് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യത്തിനെ കൺസിഡർ ചെയ്യുക. അതവിടെ ഉണ്ട്, FM സ്റ്റേഷൻ അവിടെ ഉണ്ട്, അവിടെ പ്രോഗ്രാം റണ്ണിങ് ആണ്. പക്ഷെ നമ്മളുടെ റേഡിയോയുടെ ഫ്രീക്വൻസി അതിനോട് മാച്ച് ആവാത്തോണ്ട് നമുക്കത് കേൾക്കാൻ പറ്റാത്തത്. റേഡിയോ ഉണ്ടായെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ട്യൂണർ ഉണ്ടായെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ട്യൂൺ ചെയ്യണം. അതാണ് അതിന്റെ ഇടയിലുള്ള ഒരു പ്രോസസ് എന്നാണ് പറയുന്നത്. അപ്പൊ മാനിഫെസ്റ്റേഷൻ എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു പേർലി മാണി തൊട്ട് എല്ലാവരും ഇടയ്ക്കിടയ്ക്ക് നമുക്ക് വീഡിയോസിൽ കൂടി പറയുന്ന ഒന്നാണ്, കാണാറുണ്ടായിരിക്കുമല്ലോ. ഞാൻ പറഞ്ഞ ഞാനൊരു സാധാരണക്കാരിയാണെങ്കിൽ നമ്മൾ ഇതിലേക്ക് ഇൻ ഡീപ്പായിട്ട് പോകുന്നതിന് മുന്നേ നമുക്ക് ഇതിലേക്ക് ഒരു ഇൻട്രൊഡക്ഷൻ കിട്ടുന്ന അവരിൽ കൂടിയൊക്കെ ആയിരിക്കും. അപ്പോൾ അഫർമേഷൻസ് അല്ലെങ്കിൽ അത് ഇത് എന്നൊക്കെ പറയും. എനിക്കപ്പോൾ ആ ഒരു പ്രോസസ്സ് അറിയണം. ചിലപ്പോൾ എല്ലാവർക്കും അറിയണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. മാനിഫെസ്റ്റേഷന് നിങ്ങൾ എന്ത് ചെയ്യണം? ആദ്യത്തെ ഞാനിപ്പം പറയുകയാണ്, എനിക്കൊരു എന്ത് കാർ വേണം, ഒരു ഓഡി കാർ വാങ്ങണം, ഞാനിങ്ങനെ ആഗ്രഹിക്കുകയാണ്. ജസ്റ്റ് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതാണ്. ഇതിന് വേണ്ടിയിട്ട് പ്രോസസ്സ് എന്തൊക്കെയായിരിക്കും? ഞാൻ എന്റെ പൊട്ട ചോദ്യം ചിന്തിക്കില്ല, അങ്ങനെയൊന്നുമല്ല. നമ്മൾ മനസ്സിന് വരുന്ന എന്ത് ചോദ്യം ചോദിക്കാമല്ലോ. അപ്പൊ ഓടി കാറ് വേണമെന്ന് ആഗ്രഹിക്കുകയാണ്. അപ്പം മാനിഫെസ്റ്റ് ചെയ്യാനായിട്ട് എന്താണ് അതിന്റെ ഒരു പ്രോസസ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ഇപ്പം നമുക്ക് എന്താ പറയാ, നമ്മളുടെ വേണേ അഫർമേഷൻസ് എഴുതാം. അഫർമേഷൻസ് എഴുതാം, വിഷൻ ബോർഡിൽ അതിന്റെ ഇമേജ് എടുത്ത് നമുക്ക് ഒട്ടിക്കാം. അപ്പം എന്നും നമ്മൾ ഈ ഇമേജ് കാണുമ്പോഴത്തേക്ക് നമ്മുടെ മൈൻഡിന്റെ ലാംഗ്വേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിഷ്വലും ഇമേജും ആണ്. നമ്മുടെ മൈൻഡിനെ എപ്പോഴും പെട്ടെന്ന് മനസ്സിലാവും, നമ്മൾ പറയുന്നതോ കേൾക്കുന്നതോ അല്ല, അതിനേക്കാൾ കൂടുതലായിട്ട് പെട്ടെന്ന് അഡാപ്റ്റ് ചെയ്യുന്നത് ഈ ഇമേജസും വിഷ്വൽസും ആണ്. നിരന്തരമായിട്ട് കാണുമ്പം ഇത് നമ്മുടെ മൈൻഡിലേക്ക് ഇത് അഡാപ്റ്റായി വരും എന്നുള്ളതാണ്. ആൻഡ് ഇപ്പോൾ ഇത് ചോദിച്ച സമയത്ത് എനിക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റുന്ന എൻ്റെ തന്നെ ഒരു സ്റ്റുഡൻറ്റിൻ്റെ കാര്യമാണ്. ഓക്കെ, ഇപ്പോൾ ആൾക്ക് BMW വേണമെന്നാണ് ആഗ്രഹം. അപ്പോൾ എൻ്റെ അടുത്ത് ഇങ്ങനെ പറയും, മാം എനിക്കിത് വേണം. ഞാൻ പറഞ്ഞു ഓക്കെ, നീ മാനിഫെസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞു. അപ്പോൾ എപ്പോഴും ഹീലിങ്ങിനെ കുറിച്ചും അലൈൻമെന്റ് ഇതൊക്കെ പറയും, ഓരോ കഴിയുമ്പോൾ നമ്മളത് റെഡി ആക്കണം. അപ്പോൾ മാം എനിക്ക് ഞാൻ പറഞ്ഞു അതിന് നമ്മൾ ഇൻസ്പയർഡ് ആക്ഷൻ എടുക്കും. അപ്പം ഞാൻ ആഗ്രഹിക്കുന്ന എന്താ സ്വാതന്ത്ര്യമുള്ള ഒരു ഇന്ത്യനെ ആഗ്രഹിക്കുന്നൊക്കെ പറയുന്ന പോലെ ഈ ടെക്നിക്സും ടൂൾസും ഒന്നും ഇല്ലാത്ത ഒരു മാനിഫെസ്റ്റേഷൻ ജേർണിയിലൂടെ കൊണ്ടുപോകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. മനസ്സിലായോ? ഫോർ ഷുവർ. ഒന്ന് ആലോചിക്കുക, ഇപ്പോൾ ഇതൊരു സയൻസ് ആണ്, അല്ലെങ്കിൽ ഇതൊരു സത്യമാണെങ്കിൽ ഉറപ്പായിട്ടും ഈ സക്സസ്ഫുൾ ആവുന്ന ആൾക്കാരുടെ ലൈഫിൽ ഇതൊക്കെ തന്നെയല്ലേ സംഭവിക്കുന്നത്. മേ ബി ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നവർ മാത്രമാണ് സക്സസ്ഫുൾ നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. അത് നാച്ചുറലി അത് ക്ലിക്ക് ആവുന്നവരുടെ ലൈഫിൽ അത് വരുന്നുണ്ട്. അവരൊക്കെ ഈ അഫർമേഷൻ എഴുതിയിട്ടാണോ അവർക്ക് കിട്ടുന്നത്? അവരൊക്കെ വിഷൻ ബോർഡ് ഒട്ടിച്ചിട്ടാണോ? അല്ല, എന്ത് വെച്ചിട്ട് അഫർമേഷൻസ് വർക്ക് ആവില്ല, വിഷൻ ബോർഡ് ഇതൊന്നും അല്ല പറയുന്നത്. മാനിഫെസ്റ്റേഷൻ ഓൾവേസ് ലവ് ക്ലാരിറ്റി. മനസ്സിലായോ? മാനിഫെസ്റ്റേഷൻ ലവ് ക്ലാരിറ്റിനെക്കാട്ടിലും അവർ ക്രിയേറ്റർ ലവ്സ് ക്ലാരിറ്റി എന്നുള്ളതാണ്. ഇപ്പം നേരത്തെ ഞാൻ നമ്മുടെ ജ്യൂസ് ഓർഡർ ചെയ്യാൻ നേരത്ത് അഞ്ജുവിൻ്റെ അടുത്ത് ചോദിച്ചു, എന്ത് ജ്യൂസാണ്, എനിക്ക് എന്തെങ്കിലും മതി എന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്, അഞ്ജു ക്ലാരിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് അത് തന്നെ കിട്ടുകയുള്ളൂ എന്ന്. നമുക്ക് മനസ്സിലൊരു ഓക്കെ, എനിക്ക് ഇന്ന ജ്യൂസാണ് ഇഷ്ടം, എനിക്ക് ഓറഞ്ച് ഇഷ്ടം, എനിക്ക് മേ ബി വാട്ടർമെലൺ ഇഷ്ടമല്ല. അപ്പം നമ്മളോട് ചോദിക്കുക ഒരാൾ എന്താ കുടിക്കാൻ വേണ്ടെന്ന് പറയുമ്പോൾ അവരെ നമ്മൾ ബുദ്ധിമുട്ടിക്കുകയാണ്, എന്തായാലും കുഴപ്പമില്ല എന്ന് പറയുമ്പം അവരെന്തെങ്കിലും കൊണ്ടുതരുന്ന ഇഷ്ടമില്ലാത്തതാണ് നമ്മൾ അത് കഴിക്കേണ്ടി വരും, ഇല്ലേ? പക്ഷെ നമ്മൾ പറയാണ് എനിക്ക് ഓറഞ്ചാണ് ഇഷ്ടം, നിങ്ങൾ വാട്ടർമെലൺ, എനിക്ക് അത് വേണ്ട, എനിക്ക് ഓറഞ്ച് ഇഷ്ടം. അപ്പോൾ ക്ലാരിറ്റി. സോ അവർ ക്രിയേറ്റർ ലവ്സ് ക്ലാരിറ്റി, മണി ലവ്സ് ക്ലാരിറ്റി. ക്ലാരിറ്റി ഉള്ളിടത്താണ് കാര്യങ്ങൾ ചെല്ലുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ആളെടുത്ത് ഞാൻ പറഞ്ഞു ഇതൊക്കെ ഒന്ന് ചെയ്യുന്നു പറഞ്ഞു. അങ്ങനെ എന്ത് ചെയ്തു, ആള് ഇതേപോലെ അതൊക്കെ എടുത്ത് എല്ലാം വർക്കൗട്ട് ചെയ്ത് ഇതെല്ലാം ചെയ്ത് ഒരു എൻക്വയറി ഇട്ടപ്പോഴേക്കും എന്ത് ചെയ്തു, ആൾക്ക് കോള് വന്നു. ഞാൻ പറഞ്ഞു നിങ്ങൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുക,
ഒരു പിക്ചർ എടുത്ത് വിഷൻ ബോർഡിൽ ഒട്ടിക്കുന്നതാണോ അതോ അതേ കാറിൽ കയറി ഇരുന്ന് ഓടിച്ചിട്ട് ഇത് എൻ്റെ സ്വന്തം കാറാണെന്ന് വിചാരിക്കുകയാണ് കൂടുതൽ ഫീലിംഗ് കിട്ടുന്നത്. ഓഫ് കോഴ്സ് ആ കാറിൽ കയറി ഇരിക്കുമ്പോഴാണ് അല്ലേ. അപ്പോൾ അവൾ പറഞ്ഞു മാം എന്നെ അപ്പം തന്നെ അവരെന്നെ വിളിച്ചു. ഇവരുടെ വിളി വന്നപ്പോൾ തന്നെ എൻ്റെ നെഞ്ച് കിടന്ന് ഇടിക്കാൻ തുടങ്ങി. എനിക്ക് എന്തൊക്കെയോ ഇനി ഹീൽ ചെയ്യാനുണ്ട് മാം, അടുത്ത ആഴ്ചയൊക്കെ എനിക്ക് സമയം ഉണ്ടായിരുന്നു പോകാൻ. എന്നാലും ഞാൻ പറഞ്ഞു അടുത്ത ആഴ്ച ഫുള്ള് ഞാൻ ബിസിയാണെന്ന് പറഞ്ഞു. ബ്ലോക്ക് ഓഫ് കോഴ്സ് ഇതിപ്പോൾ ആളുടെ കാര്യത്തിൽ മാത്രം നടന്നൊരു കാര്യമല്ല. ഓരോരുത്തരും ഇപ്പോൾ RJ ആവണമെന്ന് ആഗ്രഹിക്കുന്നവർ, സെലിബ്രിറ്റി ആവണമെന്ന് ആഗ്രഹിക്കുന്നവർ, ഇല്ലെങ്കിൽ ഒരു ആങ്കർ ആവണമെന്ന് ആഗ്രഹിക്കുന്നവർ, ഇവരുടെ എല്ലാ ഉള്ളിൽ ആഗ്രഹമുണ്ട്. ഈ ആഗ്രഹം കയറുമ്പോൾ ഇവരുടെ മുമ്പിൽ ഓപ്പർച്യൂണിറ്റി വരുന്നുണ്ട്. പക്ഷെ എത്ര പേര് അതിനകത്ത് നിന്ന് ഒളിച്ചോടുന്നുണ്ട് ഇല്ലേ? ഒരു വട്ടമെങ്കിലും അയ്യോ അതെങ്ങനെ ഞാൻ ചെയ്യും എന്ന് വിചാരിച്ച് മാറി നിന്നിട്ട് ഞാൻ ആ അവസരം മിസ്സാക്കിയത് പിന്നെ പേടിച്ചിട്ടാണെങ്കിലും ഒന്ന് ചെയ്ത് കഴിയുമ്പോൾ ആ ഒരു ഫ്ലോയിൽ പോകുന്നവരാണ് അല്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞു എന്തിനാ പറ്റില്ല എന്ന് പറഞ്ഞത്, വിളിച്ചിട്ട് പറയണ്ടായിരുന്നോ ടൈം ഒക്കെ കൊടുക്കുക, സ്ലോട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു നീ ഈ പ്രോസസ്സിലൂടെയൊക്കെ പോയ ആളല്ലേ, ഞാൻ ഇനി എങ്ങനെ ഹീൽ ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഏറ്റവും ഹീൽ ചെയ്യാനായിട്ടുള്ള മെത്തേഡാണ് നൗ യു ടേക്ക് ആക്ഷൻ. നിൻ്റെ ആക്ഷൻ കൊണ്ട് നീ അതിനെ ഹീൽ ചെയ്യും. അപ്പോൾ എന്ത് ചെയ്തു, ആളെ വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ അവൈലബിൾ ആണ്, മറ്റന്നാളെ നമുക്ക് ബുക്ക് ചെയ്യാൻ. ആൾക്കപ്പോൾ മനസ്സിലായി എന്താണ് ഇതിനകത്തിരുന്നുള്ള ഫീലിങ് കാര്യങ്ങൾ. പക്ഷേ അതിന് മുന്നേ ആളുടെ ഉള്ളിൽ ഉണ്ടായിരുന്ന ഒരു ഇമോഷണൽ ബ്ലോക്കും ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോഴും നമ്മുടെ ഉള്ളിൽ ഈ ഫിയർ ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഈ ടെക്നിക്സിനോടും ടൂൾസിനോടും ഉള്ള ബിലീഫ് തന്നെ നമുക്ക് നഷ്ടപ്പെടും എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ഡൗട്ട് ചോദിക്കുകയാണ്. ഇപ്പോൾ ഒരു ഡിപ്രഷനിൽ അല്ലെങ്കിൽ സമ്മൺ ഇസ് സോ ഡൗൺ ഈ ഒരു മൊമെന്റിൽ എന്ന് വിചാരിക്കാം, പക്ഷെ ഷീ ഓർ ഹി നീഡ്സ് ടു കം ഔട്ട് ഓഫ് ഇറ്റ്. അതിൽ നിന്ന് എങ്ങനെയെങ്കിലും പുറത്ത് വരണം. എടുക്കേണ്ട സ്റ്റെപ്പ് എന്ന് വെച്ചാൽ ഒന്ന് ഈ പറഞ്ഞത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അതിൻ്റെ പുറത്തേക്ക് വരണം എന്നുള്ള ആഗ്രഹം. കാരണം അത്രയും ഇപ്പം നമ്മൾ ഹ്യൂമൻ എനർജീനെ 0 to 1000 എനർജി ആയിട്ട് നമുക്ക് ഡിനോട്ട് ചെയ്യാം. അപ്പോൾ ഈ ഒരു 125 150യുടെ താഴെയുള്ള എനർജി എന്ന് പറഞ്ഞാൽ ഭയങ്കര ലോ എനർജിയാണ്. 150 എനർജിയുടെ താഴെ അപ്പോൾ അവരുടെ ഉള്ളിലെ ഫീലിംഗ് എന്ന് പറഞ്ഞാൽ ഗിൽറ്റ്, ഷെയിം, ഫിയർ, ഇതൊക്കെയാണ് അവരുടെ ഉള്ളിലെ ഒരു ഇമോഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആങ്കർ കുറച്ചും കൂടെ ഉയർന്ന ഒരു തലമാണ്. ആങ്കർ കുറച്ചുകൂടെ നല്ല തലമാണ്, മനസ്സിലായി. ഫിയറും ആങ്കർ, ഫിയർ അതായത് ഗിൽറ്റ്, ഷെയിം, അതേപോലെ തന്നെ അതിന് മുകളിലാണ് എന്ത് വരുന്നത്, ഫിയർ വരുന്നത്. ഫിയറിന് മുകളിലാണ് ആങ്കർ വരുന്നത്. ആക്ച്വലി ഫിയറും ആങ്കറും ഒക്കെ കുറച്ചുകൂടെ ബെറ്റർ സ്റ്റേറ്റ് ഓഫ് എനർജിയാണ്. പക്ഷേ ഈ ഗിൽറ്റും ഷെയിമിലും ഇരിക്കുന്ന ആൾ അപ്പം ഇവർക്ക് ഭയങ്കര ഞാൻ അത്ര പോരാം, എന്നെ ഒന്നിനും കൊള്ളില്ല, ദൈവത്തിനും എന്നെ ഇഷ്ടമില്ല, എൻ്റെ കൂടെയുള്ളവരെല്ലാവരും എന്നെ ദ്രോഹിക്കാൻ നടക്കുകയാണ്, എനിക്ക് തടസ്സങ്ങൾ ഉണ്ടാക്കാനായിട്ട് ഇരിക്കുന്നവരാണ്, എന്നെ ആരും സപ്പോർട്ട് ചെയ്യുന്നില്ല, ദൈവം പോലും എന്നെ ശിക്ഷിച്ചുകൊണ്ടിരിക്കുക, എന്നെ പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് എൻ്റെ വിധിയാണ് എന്നൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. ഈ എനർജി ലെവലുള്ളവർക്ക് അവരെക്കുറിച്ച് എങ്ങനെയാണ് ചിന്ത, ചുറ്റുമുള്ളവരെക്കുറിച്ച് എങ്ങനെയാണ് ചിന്ത, ലോകത്ത് ഫുള്ള് പ്രശ്നമാണ്, അതാണ് അവരുടെ ചിന്ത. ദൈവത്തെക്കുറിച്ച് ദൈവം ഇങ്ങനെ ശിക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്, അതാണ് അവരുടെ ഒരു സ്റ്റേറ്റ് ഓഫ് അവരുടെ ആ സ്റ്റേറ്റിലുള്ളവർ ഇങ്ങനെ മാത്രമേ അവർക്ക് ചിന്തിക്കാൻ പറ്റുള്ളൂ. ഇവർക്ക് ഭയങ്കര ബുദ്ധിമുട്ട്, ഒറ്റയ്ക്ക് കയറി വരാൻ പറ്റില്ല. ഇവർക്ക് എന്ത് ചെയ്യണം, ഇവർക്ക് ഫോഴ്സ്, എക്സ്റ്റേണൽ ഫോഴ്സ് വേണം. അപ്പോഴാണ് നമ്മളെപ്പോലെയൊക്കെയുള്ള ആൾക്കാരുടെ സപ്പോർട്ട് അവർക്ക് വേണ്ടത്, മനസ്സിലായോ. അപ്പം ആ ഒരു സപ്പോർട്ടിലൂടെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, കയറി വരാം. ആ സമയത്തൊന്ന് ഇതിൽ നിന്നും പുറത്ത് വരണം എന്നുള്ള ആഗ്രഹം, 2 കോച്ചബിൾ ആയിട്ടിരിക്കുക എന്നുള്ളതാണ്. അതായത് അവരുടെ ഹീലർ കോച്ച് പറയുന്നത് കൃത്യമായിട്ട് ചെയ്ത് എന്ത് വന്നാലും അത് കൃത്യമായിട്ട് ചെയ്ത് മുമ്പോട്ട് പോകുക എന്നുള്ളതാണ്. കറക്റ്റായിട്ട് ആ ഒരു ഇതിലൂടെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൽ നിന്നും നമുക്ക് നെക്സ്റ്റ് ലെവലിലേക്ക് വരും എന്നുള്ളതാണ്. അപ്പോൾ ഈ ആങ്കർ, ഷെയിം, ഗിൽറ്റ്, ഇതിനകത്ത് നിന്നൊക്കെ ഈ ഗിൽറ്റും ഷെയിമും എന്നൊക്കെ വന്ന് മുകളിലേക്ക് വരുമ്പോഴത്തേക്ക് നമ്മൾ ഫിയർ എനർജിയിൽ വരും, മനസ്സിലായോ. അപ്പോൾ ആ ഫിയറിലൊക്കെ വരുന്ന സമയത്ത് എന്താണ്, അപ്പോൾ പേടിയാണ്, അയ്യോ പുറത്തു പോയാൽ എന്നെ ആരെങ്കിലും ചെയ്യുമോ, അപ്പം മറ്റുള്ളവർ ദ്രോഹിക്കുവാണ്, എന്നെ ഉപദ്രവിക്കുവാണെന്നുള്ളത് മാറിയിട്ട് എന്നെ എന്തെങ്കിലും ചെയ്യുമോ എന്നുള്ളൊരു പേടി. അയ്യോ ഞാനിത് ചെയ്താൽ ദൈവം എന്നെ ശിക്ഷിക്കുമോ, മറ്റേത് ശിക്ഷിക്കുകയാണെന്ന് പറയാണ്, ശിക്ഷിക്കുമോ, അവരൊക്കെ നല്ലതാ, ഞാൻ അത്ര നല്ലതല്ല, ഞാൻ നല്ലതാണോ, എനിക്ക് കുറച്ചും കൂടെയൊക്കെ കാര്യങ്ങൾ ചെയ്യണം, അങ്ങനെ ഒരു ഫീലിംഗ്. ലോകം അത്ര സേഫ് ഒന്നും അല്ല, അങ്ങനെ നമുക്ക് ഒറ്റയ്ക്കൊന്നും എവിടെയും പോകാൻ പറ്റില്ല എന്നുള്ള ഒരു ഇതാണ് ദൈവം ചില ആൾക്കാരെയൊക്കെ നല്ലത് കൊടുക്കുന്നുണ്ട്, പക്ഷെ എനിക്ക് ഞാൻ ആഗ്രഹിക്കുന്നതൊക്കെ മറ്റുള്ളവരുടെ അടുത്തുണ്ട്, എനിക്കതില്ല, അങ്ങനെ ഒരു ഫീലിംഗ്. കുറച്ചുകൂടെ മുകളിലോട്ട് വരുമ്പം ആങ്കർ, ദേഷ്യമാണ്. ദേഷ്യത്തിൽ വരുമ്പം ഞാൻ സൂപ്പറാണ്, ബാക്കിയുള്ളവരൊക്കെ റോങ്ങാണ്. ഞാനിങ്ങനെ ആലോചിക്കണേ, ഇതെല്ലാം കൂടി കലർന്നതാണല്ലോ ഞാൻ ഇത് ഫുൾ പറഞ്ഞോണ്ടിരിക്കുമ്പോഴും ഇതെല്ലാം എനിക്കുണ്ടല്ലോ, ഒന്നുപോലും വിടാണ്ട്. അതെ, ഓക്കെ, നമ്മൾ പറഞ്ഞോണ്ടിരുന്ന ടു കം ഔട്ട് ഓഫ് ദിസ് നിങ്ങൾ തന്നെ വിചാരിക്കണം, അല്ലെങ്കിൽ വേറെ ഇതിന് മുകളിലോട്ട് വരും ഒരു 300 എനർജി എന്ന് പറയും. അവിടെയാണ് നമ്മൾ അവയർനെസ് എന്ന് പറയും.
അവിടെ വരുമ്പോൾ എന്താണെന്ന് വെച്ചാൽ കുറച്ചുകൂടെ നല്ല ഒരു എനർജി. അവിടെ വന്നാൽ കുറച്ച് സ്മൂത്ത്നെസ് നമുക്ക് ഫീൽ ചെയ്യും. അവിടെ വരുമ്പോൾ നമ്മുടെ ഒരു ഫീലിംഗ് എന്താണെന്ന് വെച്ചാൽ നമ്മളെല്ലാത്തിനും റീസണിങ് തേടുന്നുള്ളതാണ്, കാരണങ്ങൾ കണ്ടെത്തും. അതായത് എന്നെ അവർ ദ്രോഹിച്ചു, പക്ഷെ അവരങ്ങനെ ചെയ്തുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. അങ്ങനെ ഒരു പോസിറ്റീവ് സൈഡ് കൊണ്ടുപോകുന്ന ആൾക്കാരുണ്ട്. അവരുടെ ആ എനർജി ലെവലിലുള്ള വ്യത്യാസമാണ് അവരുടെ ചിന്താഗതിയിലുള്ള വ്യത്യാസങ്ങൾ വരുന്നത്. അത് ആക്ച്വലി എന്ത് സ്റ്റേറ്റ് നല്ലതാണോ നല്ലതോ ഫോർ ഷുവർ ഗുഡ് ആണ്. അപ്പൊ ഈ 150യുടെ താഴെ ഈ ഗിൽറ്റ് ഷെയിമിലൊക്കെ കിടക്കുന്നതാണ് ഭയങ്കര ബുദ്ധിമുട്ട്. പക്ഷെ പലരും പറയും 150യുടെ താഴെ ഉള്ളവരെ പൊക്കിക്കൊണ്ട് വരാൻ പറ്റില്ല. പക്ഷെ ഞാൻ പറയും ഡെത്ത് എനർജിയിലാണ് ഞാൻ അവിടെ നിന്ന് പിടിച്ചുകൊണ്ട് വരും എന്ന് പറയും. കാരണം ഞാൻ അങ്ങനെ ഒരു എനർജിയിലുള്ള ഒരു വ്യക്തിയായിരുന്നു. ഡെത്ത് എനർജി, അതായത് ജീവിച്ചിരിക്കുന്നുണ്ട് പക്ഷേ മരിച്ചതിന് തുല്യമായിട്ടുള്ളൊരു എനർജി, എവിടെയും പോകാനായിട്ട് ഇഷ്ടമില്ലാത്ത, അല്ലെങ്കിൽ പുറമെ ഭയങ്കര ഇതായിരിക്കും പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ ആ ഒരു ഹാപ്പിനെസ്സോ ഇല്ല എല്ലാവരും ചുറ്റും ഉണ്ടെങ്കിലും ആരും ഇല്ലാത്ത ഒരാളെ പോലെ ഇരിക്കുന്നൊക്കെ ഒരു അവസ്ഥയൊക്കെ പോയിട്ടുണ്ട്. ഫോർ ഷുവർ അത് ആ ഒരു സ്റ്റേറ്റിൽ പോയിട്ടുണ്ട്, മനസ്സിലായി. അപ്പം ഞാൻ പറയും അങ്ങനെയാണെങ്കിലും എവിടെയെങ്കിലും ഒരു തരിമ്പ് അപ്പം പലരും പറയുന്നൊരു കാര്യമുണ്ട്, അങ്ങനെ ആഗ്രഹം ഉണ്ടാവില്ല എന്ന് പറയും. പക്ഷെ ഉറപ്പായിട്ടും എൻ്റെ ഉള്ളിൽ അങ്ങനെ ഇരിക്കുമ്പോഴും ഇടക്കിടക്ക് കയറി വരുമായിരുന്നു, എനിക്കൊന്ന് രക്ഷപ്പെടണം, എനിക്കൊന്ന് ഇതിൻ്റെ പുറത്തേക്ക് വരണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ആഗ്രഹിച്ചത് കൊണ്ട് തന്നെയാണ് നമ്മൾ ഇങ്ങനെയുള്ള ജേർണിയിലൂടെ വന്നത്. ഇവർ മാനിഫെസ്റ്റേഷൻ ചെയ്തിട്ടൊന്നും ഒരു കാര്യമില്ല എന്ന് തോന്നുന്നു, അങ്ങനെ ഒരു വിഭാഗം ഉണ്ടോ? ഇല്ല, ഒരിക്കലും ഇല്ല, അങ്ങനെയില്ല. അതായത് എന്നെ എല്ലാവരും ശിക്ഷിച്ചുകൊണ്ടിരിക്കുക, എനിക്കൊന്നുമില്ല, ഈ ലോകത്ത് മൊത്തം പ്രശ്നമാണെന്ന് വിചാരിക്കുന്ന ഒരാൾക്ക് ആഗ്രഹം പോലും ഉണ്ടാവുമോ എന്നുള്ളതാണ്, മനസ്സിലായോ? അപ്പം അവർ മാനിഫെസ്റ്റ് ചെയ്തിട്ട് കാര്യമില്ല എന്നൊന്നും പറയാൻ നമുക്ക് പറ്റില്ല. അവർ മാനിഫെസ്റ്റ് ചെയ്യണം. അവർ മാനിഫെസ്റ്റ് ചെയ്യുന്നത് കൊണ്ടാണ് നമ്മളെ ഈ ഇങ്ങനെയുള്ള സർക്കിളിലൊക്കെ അവർ വരുന്നത്, മനസ്സിലായോ? പക്ഷെ ഈ പറയുന്ന പോലെ അവരുടെ എനർജിയിൽ നമ്മുടെ മറ്റേ റേഡിയോ ട്യൂൺ ചെയ്യുന്ന പോലെ ആ ട്യൂൺ ചെയ്യണമെങ്കിൽ വി ഷുഡ് ടേക്ക് ദാറ്റ് റെസ്പോൺസിബിലിറ്റി. നമ്മൾ തീരുമാനിച്ച് നമ്മൾ ഇറങ്ങി തിരിക്കണം, അതിന് നമ്മൾ റെഡി ആവണം. ഇപ്പം നമ്മുടെ അടുത്തൊക്കെ വരുന്ന സ്റ്റുഡൻസ് അവരങ്ങ് റെഡിയാണ്, ഞാൻ പറയുന്ന എന്തും ഞാൻ ചെയ്യും, എനിക്കൊന്ന് രക്ഷപ്പെട്ടാൽ മതി എന്നുള്ളതാണ്, മനസ്സിലായോ? അപ്പം പലരും പറയും എനിക്കൊന്ന് അവരുടെ മുമ്പിൽ ജയിച്ച് കാണിക്കണം. അപ്പം വരുന്നവരോട് ഞാൻ ചോദിക്കും ജയിച്ച് കാണിക്കാം, ഞാൻ ചോദിക്കും അത് ഓൾറെഡി ഡൺ അല്ലേ, ആ മാനിഫെസ്റ്റേഷൻ ഓൾറെഡി നടന്നില്ലേ എന്ന് ചോദിക്കും, അല്ലേ? മറ്റുള്ളവരുടെ മുന്നിൽ ജയിച്ച് കാണിക്കണമെന്ന് ആഗ്രഹിക്കുമ്പം പുറമേ നിന്ന് കാണുന്ന ആൾക്കാരുടെ മുന്നിൽ നമ്മൾ ജയിച്ചില്ലേ ഓൾറെഡി? അവരെങ്ങനെയാണ് കാണുന്നത്? നമ്മൾ നല്ല മികച്ചവരായിട്ട് ജയിച്ചവരായിട്ട് നല്ല ഇതിൽ അല്ലേ, പുറമേ നിന്നല്ലേ അവർ ഇവാലുവേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരിക്കലും ഞാൻ പറഞ്ഞു നിങ്ങൾ അങ്ങനെ മാനിഫെസ്റ്റ് ചെയ്യാതെ മറ്റുള്ളവരുടെ മുമ്പിൽ ജയിക്കണം അത് ഓൾറെഡി ഡണ്ണാണ്. മറ്റുള്ളവർ നമ്മൾ അത്ര കുറഞ്ഞവരാണെന്നൊന്നും അല്ല കരുതുന്നത് അവരുടെ മുമ്പിൽ. പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിലല്ലേ നമ്മൾ ഇത് ചെയ്യുന്നത്. നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യുന്നത് നമ്മളുടെ ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ടാണ്, നമ്മൾക്കത് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇന്നർ ഹീലിംഗ് എന്ന് പറയുന്ന വലിയൊരു ഭാഗമുണ്ട് എന്ന് പറയുന്നത്, ഇന്നർ ചൈൽഡ് ഹീലിംഗ്. അതിന് നിമ്മി ഈസ് ഗോയിങ് ടു ടേക്ക് ക്ലാസ്സസ് ഓൾസോ അല്ലേ? ഓൾറെഡി എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ലൈവ് ഇവന്റ്, ഓഫ്ലൈൻ ഇവന്റ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പം നവംബർ 2-ാം തീയതി കണ്ടക്ട് ചെയ്യുന്നുണ്ട് കൊച്ചി മൺസൂൺ എംപ്രസിൽ വെച്ചിട്ട്. അതുപോലെ തന്നെ ജാനുവരി 11-ന് ദുബായ് ദേറ ക്രൗൺ പ്ലാസയിൽ വെച്ചിട്ടും നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്, ജാനുവരിയിൽ 11-ന് ദുബായിൽ. അപ്പോൾ ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് അമ്മു. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഈ പറഞ്ഞ പോലെ നമ്മൾ ഈ വളർന്ന് വലുതാകുമ്പോഴും ഇപ്പം ഇതിൻ്റെ ഇപ്പം നമ്മളൊരു എന്താ പറയുക ഒരു 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 എന്താ പറയുക ഒരു മുല്ലപ്പൂവിൻ്റെ തൈ വെച്ചിട്ടുണ്ടെങ്കിൽ പൂ കിളിർക്കും അല്ലേ? ഇപ്പോൾ നമ്മൾ അതിനകത്ത് പൂ കാണുന്നു, ചിലയിടത്ത് മുള്ളുള്ള പഴങ്ങൾ കാണുന്നു, ചിലയിടത്ത് ഇലകൾ മാത്രമേ കാണുന്നു. ഇപ്പം കാണുന്നതിന് മുന്നേ അതിന് മുന്നേ എന്തോ ഒന്ന് കുഴിച്ചിട്ടിട്ടുണ്ട് ഇല്ലേ? ആ സീഡിങ്ങിനെ ബേസ് ചെയ്താണ് ഇപ്പം നമ്മൾ ഹാർവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മുടെ ഹാർവെസ്റ്റിങ് നമുക്കിഷ്ടമില്ല എങ്കിൽ, നമ്മുടെ ഇപ്പോഴത്തെ ലൈഫിൽ നമുക്ക് സ്ട്രഗിൾ ആണെങ്കിൽ, ഇതല്ല എനിക്ക് ഹാർവെസ്റ്റ് ചെയ്യേണ്ടത് എന്നുണ്ടെങ്കിൽ നമ്മുടെ സീഡിങ്ങിന് എന്തോ പ്രോബ്ലം ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം? ആ താഴെ പോയിട്ട് അവിടെ നമ്മൾ കറക്റ്റ് ചെയ്യണം എന്നുള്ളതാണ്. അതെനിക്ക് തോന്നുന്നു എല്ലാവരും അധികവും പറയുന്ന ഒന്നാണ്. ഒന്നല്ലെങ്കിൽ വേറൊരു തരത്തിലൊരു ചൈൽഡ് ട്രോമ എന്ന് പറയുന്നത്, അതിനെപ്പറ്റി ആളുകൾ നിങ്ങളുടെ അടുത്തേക്ക് വരുമ്പോൾ ഈ ചൈൽഡ് ട്രോമയിൽ നിന്ന് ഹൗ ഡു യു ഹെൽപ്പ് ദം ഔട്ട്? എന്താണ് നിങ്ങൾ കണ്ടേക്കുന്ന ഏറ്റവും വലിയൊരു ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ? അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ? തീർച്ചയായിട്ടും അതിന് നമ്മൾ വേറെ അന്യ സംസ്ഥാനത്തേക്ക് പോകേണ്ട ആവശ്യമില്ല, എൻ്റെ ലൈഫിൽ തന്നെയുണ്ട്. ആണോ? ഉറപ്പായിട്ടും. ഇപ്പൊ നമ്മുടെ കുഞ്ഞുനാളിലെ ആണെങ്കിലും ഓരോ ആൾക്കാർ ഇപ്പൊ പാരൻസ് തന്നെ അവർ നല്ലതിനായിരിക്കും പറയുന്നത്, പക്ഷെ നമ്മുടെ ഉള്ളിൽ ആ ഒരു നല്ല രീതിയിലേ ആയിരിക്കത്തില്ല. ഇപ്പം എൻ്റെ അടുത്ത് വന്നിട്ടുള്ള ഒരു കേസ് ഉണ്ട്. ഇപ്പം അവർക്ക് സൂയിസൈഡൽ അറ്റംപ്റ്റ് നിരന്തരമായിട്ട് ചെയ്യാനുള്ള ഒരു പ്രവൃത്തി ചെയ്തിട്ടുണ്ട്. കുട്ടിക്ക്
ഫോർ ഷുവർ. അപ്പോൾ ആ ഒരു ഇത് ഒരു എനിക്ക് 16 to 17 ഇയേഴ്സ് അങ്ങാണ്ടേ ഉള്ളൂ അങ്ങനെ വരുന്നത്. അപ്പോൾ ആ കുഞ്ഞിൻ്റെ അടുത്ത് ഞാൻ ഇങ്ങനെ സംസാരിച്ച് കഴിയുമ്പോഴത്തേക്കും എന്നെ ആർക്കും ഇഷ്ടമല്ല മാം, എന്നെ ആർക്കും ഇഷ്ടമല്ല, എൻ്റെ അച്ഛന് ഇഷ്ടമല്ല, എൻ്റെ അമ്മയ്ക്ക് എന്നെ ഇഷ്ടമല്ല, ഞാൻ നന്നായിട്ട് പഠിക്കുന്നില്ല എന്നൊക്കെയാണ് അവർ പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ അതിൻ്റെ ഉള്ളിൽ എത്രത്തോളം മുറിവുണ്ട്, അതിന് ഈ ലോകത്ത് തന്നെ ഇത് എൻ്റെ സ്ഥലമല്ല എന്ന് തോന്നുവാണ്. മനസ്സിലായോ? അത് ഭയങ്കര ഒരു ഹൊറിബിൾ ആയിട്ടുള്ള ഒരു ഫീലിങ്ങും ഇമോഷനുമാണ്. അതേപോലെ തന്നെ കോമൺ ആയിട്ടുള്ള കുഞ്ഞുനാളിലെ തൊട്ട് നമ്മളെ കമ്പയർ ചെയ്യുന്നു. അനിയത്തിനെ കണ്ടില്ലേ, ചേച്ചിനെ കണ്ടില്ലേ, ചേട്ടനെ കണ്ടില്ലേ എന്ന് പറഞ്ഞ് പറയുന്നു, നമ്മളെ കമ്പയർ ചെയ്യുന്നു, ഇമോഷണലി അൺഅവൈലബിൾ ആവുന്നു, അവൈലബിൾ ആവാതെ ഇരിക്കുന്നു. ഇങ്ങനെയൊക്കെ ഇരിക്കുമ്പോൾ നമുക്ക് ഭയങ്കര പെയിനാണ്. അപ്പോൾ എന്താ പറയല്ലേ, ചോറ് ഫുള്ള് കഴിച്ചാൽ അമ്മയ്ക്ക് നിന്നോട് ഇഷ്ടമുണ്ട്, നീ പഠിച്ചു കഴിഞ്ഞാൽ നിന്നെ പാർക്കിക്കൊണ്ട്. അപ്പം എപ്പോഴും ഈ ലവ് കണ്ടീഷൻഡ് ആയിട്ടാണ്. അപ്പോൾ ഓക്കെ, പഠിച്ചാലാണ് എൻ്റെ അമ്മയ്ക്ക് എന്നോട് ഇഷ്ടമുള്ളൂ, നീ പരീക്ഷയ്ക്ക് ഫുൾ മാർക്ക് മേടിച്ച് എന്നെ ഹാപ്പി, എല്ലാവരും പ്രൗഡായിട്ട് എന്നെ ആക്കി കഴിഞ്ഞാൽ നിനക്ക് ഞാനിത് വാങ്ങിത്തരാം. അതായത് അച്ചീവ് ചെയ്താൽ മാത്രമേ ഞാൻ അക്സെപ്റ്റബിൾ ആയിട്ടുള്ളൂ, എന്നാൽ മാത്രമേ എല്ലാവരും എന്നെ സ്നേഹിക്കൂ എന്ന് വിചാരിച്ച് രാവും പകലും ഇല്ലാതെ പഠിക്കും അല്ലേ? എന്നിട്ട് മാർക്ക് വരുമ്പം പ്രോപ്പർ മാർക്കും ഇല്ല. വീണ്ടും എൻ്റെ ലൈഫിൽ ഞാൻ ഇതിലൂടെ ഗോ ത്രൂ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ നല്ല കുട്ടിയായാലാണ്, അപ്പോൾ നല്ല കുട്ടിയാവാൻ വേണ്ടിയിട്ട് എല്ലാം നമ്മളങ്ങ് സപ്രസ് ചെയ്യുന്നു. ഇപ്പോൾ ചിരിക്കാൻ പറയുമ്പോൾ ഇന്നും കൂടെ ഞാൻ പറഞ്ഞതേ ഉള്ളൂ, കരച്ചിൽ. ഇപ്പോൾ ഞാനൊക്കെ കരയുന്ന സമയത്ത് കരച്ചിൽ നിർത്തടി ഇങ്ങനെ വാ പുത്തടി ചിരിക്കടി എന്ന് പറയുമ്പോൾ, അപ്പോൾ നമ്മുടെ ഇമോഷനെ അതായത് നമ്മൾ എന്താണോ നമ്മളായിട്ട് എക്സ്പ്രസ് ചെയ്യുന്നതിനെ സപ്രസ് ചെയ്യുകയാണ് അവിടെ ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പോൾ സപ്രസ് ചെയ്യുമ്പം നമുക്ക് നമ്മളായിട്ട് എക്സ്പ്രസ് ചെയ്യാനായിട്ട് പേടിയാണ്. പിന്നെ അപ്പം നമുക്ക് പാട്ട് പാടാൻ കഴിവുണ്ടെങ്കിലും പാട്ട് പാടാൻ പേടിയാണ്. അഭിനയിക്കാൻ സെലിബ്രിറ്റീസൊക്കെ കണ്ടിട്ടില്ലേ, അവർ സൂപ്പറാണ്, അടിപൊളിയാണ്, അഭിനയിക്കും, വീട്ടിൽ നിന്നിട്ട് ഫ്രണ്ട്സിനും അഭിനയിക്കും. പക്ഷെ ഒരു കാസ്റ്റിംഗ് കോളിന് വിളിക്കുമ്പം അവർക്ക് ഇതൊന്നും അറിയാത്ത മട്ടിലാണ് അവർ അവിടെ പ്രസൻറ്റ് ചെയ്യുന്നത്. അവന് കഴിവില്ലാത്തതുകൊണ്ടല്ല കാസ്റ്റ് ചെയ്യപ്പെടാത്തത്. മനസ്സിലായോ? അവന് കഴിവില്ലാത്തതുകൊണ്ടല്ല അവനൊരു ആർജി ആവാത്തത്. അവന് കഴിവുണ്ട്, പക്ഷെ അവനത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം എന്താ, നമ്മുടെ ഇത് എക്സ്പ്രസ് ചെയ്താൽ അത് സേഫ് അല്ല എന്നുള്ള ഉള്ളിലെ കുഞ്ഞാണ് അവനെ പിന്നിലേക്ക് വലിക്കുന്നത്. മനസ്സിലായോ? അത് വേറൊരു കാര്യം കൂടെ ഉണ്ട്, ഇമോഷണലി അൺഅവൈലബിൾ ആയിട്ടുള്ള പാർട്ട്നേഴ്സിനെ നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യുന്നു. മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞൊരു റിയാലിറ്റി അല്ലേ? നമ്മൾ കുഞ്ഞിലേ തൊട്ട് ഇതിങ്ങനെ ഇമോഷണലി അൺഅവൈലബിൾ ആയിട്ടുള്ള പാരൻസിൻ്റെ കൂടെ ജീവിച്ച് ഓക്കെ, ഒറ്റയ്ക്കാണ് നമ്മുടെ ലൈഫ്, ഒറ്റപ്പെടലാണ് നമ്മളുടെ സേഫ്റ്റി. ഒറ്റയ്ക്കിരിക്കുമ്പോഴാണ് എനിക്ക് എല്ലാം കിട്ടുന്നത്, ആരുമില്ല, കാരണം എന്താ, ആരെങ്കിലും വരുമ്പോൾ എന്താ എപ്പോഴും വഴക്കും പ്രശ്നങ്ങളും അല്ലേ? അപ്പോൾ ഒറ്റയ്ക്കിരിക്കുമ്പോഴാണ് എനിക്ക് ഹാപ്പി. അപ്പോൾ ഇങ്ങനെ ആകുമ്പം അവർ മാരി ചെയ്യുന്ന പാർട്ട്നേഴ്സ് പോലും എന്തായാലും സ്നേഹിക്കുന്നത്. ഇപ്പം ലവ് അഫെയറിലൊക്കെ ഇരിക്കുമ്പോൾ ഭയങ്കര സ്നേഹമായിരിക്കും, കുറച്ച് കഴിയുമ്പോൾ വിളിച്ചാൽ എടുക്കത്തില്ല, ഒരു വിഷമം വന്നാൽ അവൈലബിൾ, അത് നീ എന്തെങ്കിലും അങ്ങനെയൊക്കെ പറയല്ലേ. അപ്പോൾ ഇമോഷണലി അൺഅവൈലബിൾ ആയിട്ടുള്ള ആൾക്കാരായിരിക്കും ഇങ്ങനെയുള്ളവർ മാനിഫെസ്റ്റ് ചെയ്യുന്ന ലൈഫിലേക്ക്. അത് കോൺഷ്യസ്ലി അല്ല, നാച്ചുറലി, ഓട്ടോമാറ്റിക്കലി, ഓർഗാനിക്കലി ഫ്രം ദ ഇംപ്രിന്റ് ഓഫ് ദിസ് വൂണ്ടഡ് ഇന്നർ ചൈൽഡ്. സോ സംവെയർ നമ്മൾ ചെറുതായിരിക്കുമ്പോൾ നമ്മൾ അഫക്റ്റഡ് ആവുന്നത് നമ്മുടെ ഫ്യൂച്ചറിലേക്കും അത് ടേക്ക് ഓൺ ചെയ്ത് പോകുന്നുണ്ടെന്നാണ്. ഫോർ ഷുവർ. ഈവൻ നമ്മൾ അമ്മയുടെ ഗർഭപാത്രത്തിലിരിക്കുമ്പം പ്രഗ്നൻ്റ് ആയി എന്നറിയുമ്പം ഇപ്പം ആവണ്ടായിരുന്നു എന്ന് ചിന്തിച്ചാൽ പോലും അത് വേണ്ടാത്ത ഒരു കുഞ്ഞായിട്ട് അപ്പം തന്നെ അത് ലേബൽ ചെയ്യപ്പെട്ടു. മനസ്സിലായോ? അപ്പോൾ ഭയങ്കര ഒറ്റപ്പെടൽ, എവിടെ പോയാലും ഒറ്റപ്പെടും. ഞാൻ ആരെ സ്നേഹിച്ചാലും അവരെന്നെ ഒറ്റപ്പെടുത്തും, ഞാൻ എവിടെ പോയാലും ഒറ്റപ്പെടും. ഇങ്ങനെയുള്ള ഒരു കരിയറിൽ എപ്പോഴും ഫേസ് ചെയ്യുന്ന കാര്യം, അവർക്ക് ടീം വർക്ക് ഒരിക്കലും പറ്റത്തില്ല. ടീമിൽ അവരൊരിക്കലും സിങ്ക് ആവും, അവർ ഒറ്റയ്ക്ക് എന്തെങ്കിലും പണി കൊടുത്താൽ അവർ മര്യാദയ്ക്ക് ചെയ്യും. ബിസിനസ് ചെയ്താൽ പാർട്ട്നേഴ്സ് സെറ്റ് ആവത്തില്ല, ഒറ്റയ്ക്കാണെങ്കിൽ അവർ സെറ്റ്. കാരണം എന്താ, അവർക്ക് ഒറ്റപ്പെടലാണ് അവരുടെ സേഫ്റ്റി എന്ന് പറയുന്നത്. അപ്പോൾ അവരത് ആ ട്രെയ്റ്റ് തന്നെ കാണിച്ചുകൊണ്ടിരിക്കും. ഇതൊക്കെ വെച്ചിട്ട് എങ്ങനെ നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യുമെന്ന് പറയും. അതാണ് ഞാൻ ചോദിക്കുന്നത്. ഇതൊക്കെ വെച്ചിട്ട് മീൻസ് ഇത്രത്തോളം ട്രോമാസ് ഒരാൾ അനുഭവിക്കുകയാണെങ്കിൽ അതിന് നമ്മൾ മാനിഫെസ്റ്റ് പോലും ചെയ്യേണ്ട നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയെല്ലാം മുന്നോട്ട് നടക്കുകയാണെങ്കിൽ how will they come out and how will they manifest? ഫോർ ഷുവർ. അവിടെയാണ് നമ്മൾ ഈ ഒരു ജേർണിയുടെ ഒക്കെ ഒരു പ്രത്യേകത എന്ന് പറയുക, അലൈൻമെൻറ്റ്, ഹീലിംഗ്. ഇപ്പോൾ നമ്മുടെയൊക്കെ അവിടെ ഒരു ഞാൻ തന്നെ ഡിഫൈൻ ചെയ്തിരിക്കുന്ന മെത്തേഡ് ഇൻഫിനിറ്റി മെത്തേഡ് എന്ന് പറയും. അപ്പോൾ അതിൽ പല മൊഡാലിറ്റീസ്, ഹീലിംഗ് മൊഡാലിറ്റീസ് ഒക്കെ യൂസ് ചെയ്യുന്നത്, പക്ഷേ അതിനൊരു സ്ട്രക്ചർ ചെയ്തിട്ടുണ്ട്. മനസ്സിലായോ? ഞാൻ എപ്പോഴും പറയും, നമ്മൾ അലൈൻ ചെയ്യണം, നമ്മുടെ സോളായിട്ട് നമ്മൾ അലൈൻ ചെയ്യണം എന്നുള്ളതാണ്. നമ്മളെപ്പോഴും നമ്മുടെ ഈ മൈൻഡും നമ്മുടെ ബോഡി, നമ്മുടെ ഡെസിഗ്നേഷൻ, നമ്മുടെ പുറമേള, ഇതല്ല, ഇതിനപ്പുറം നമുക്കൊരു സോളുണ്ട്. മനസ്സിലായോ? അപ്പോൾ ആ സോളായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അലൈൻ ചെയ്യണം. ഇനി എനിക്ക് ചോദിക്കാനുള്ള കുറച്ച് മിത്സ് ആണ്. ഇപ്പം നമ്മൾ സംസാരിച്ച് പോയ സമയത്ത് മീൻസ് നിമ്മി പറയുണ്ടായി അതിനെ പറ്റിയൊക്കെ, എന്നാലും ഞാൻ
ഞാൻ ഈ മിത്ത് പോയിന്റ് ഔട്ട് ചെയ്യുമ്പോൾ യു ടെൽ മി ദ ആൻസർ. ഓക്കെ, ഓക്കെ. മിത്ത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ യു ക്യാൻ സിറ്റ് ആൻഡ് ഇമാജിൻ ആൻഡ് ദ യൂണിവേഴ്സ് വിൽ ഡു ദ റെസ്റ്റ്. മാനിഫെസ്റ്റേഷനിൽ എത്രത്തോളം ശരിയാണ്? ഇല്ല, യു ക്യാൻ സിറ്റ് ആൻഡ് ഇമാജിൻ ആൻഡ് യൂണിവേഴ്സ് വിൽ ബ്രിങ് ദ ഓപ്പർച്യൂണിറ്റി ബട്ട് യു ഷുഡ് ടേക്ക് ദ ആക്ഷൻ. You can sit and imagine that I am sitting here in Ernakulam and I want to reach to maybe Kanyakumari or Trivandrum. അപ്പോൾ യൂണിവേഴ്സ് വിൽ ടേക്ക് ആക്ഷൻ. ഇവിടെ റെയിൽവേ സ്റ്റേഷനിൽ അവിടെ നമുക്ക് പോകണം, നമ്മൾ അവിടെ ട്രെയിൻ ഉണ്ട്, ഇനി അവിടെ എത്തിയാൽ മാത്രം മതി, ടിക്കറ്റ് എടുത്താൽ മതി, നമ്മൾ അതിൽ കയറണം. അപ്പോൾ നമ്മുടെ സൈഡ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ട്രെയിനിൽ കയറിയാൽ മാത്രം മതിയോ, സ്ഥലത്തുമ്പോൾ ഇറങ്ങണം. സോ ആക്ഷൻ ഈസ് വെരി മച്ച് ഇമ്പോർട്ടൻറ്റ്. മാനിഫെസ്റ്റേഷൻ മീൻസ് യു ഷുഡൻറ്റ് ഹാവ് എനി ഡൗട്ട്സ് ഇൻ ദ പ്രോസസ്. നിങ്ങൾ വിചാരിക്കുന്ന കാര്യങ്ങൾ, അതായത് മാനിഫെസ്റ്റേഷൻ മീൻസ് യു ഷുഡൻറ്റ് ഹാവ് എനി ഡൗട്ട് എന്നുള്ളത് ലൈക്ക് നമുക്കൊരു ബിലീഫ് വേണം എന്നുള്ളതാണ്. മനസ്സിലായോ? അതായത് ക്ലാരിറ്റി എന്ന് പറയുന്ന കാര്യം. മാനിഫെസ്റ്റേഷൻ നീഡ്സ് യു ഷുഡൻറ്റ് ഹാവ് ഡൗട്ട് എന്ന് പറയുന്നതിനെക്കാട്ടിലും ഫോർ മാനിഫെസ്റ്റേഷൻ യു ഷുഡ് ഹാവ് മോർ ക്ലാരിറ്റി എന്നുള്ളതാണ്. ആൻഡ് നമ്മൾ പ്രോസസ്സിനെ അല്ല മാനിഫെസ്റ്റ് ചെയ്യേണ്ടത്, നമ്മൾ അതിൻ്റെ ഔട്ട്കത്തിനെയാണ് മാനിഫെസ്റ്റ് ചെയ്യേണ്ടത്. എനിക്കിവിടെ എത്തണം, ഞാൻ എങ്ങനെ എത്തും എന്നുള്ളതിൽ ഇതിങ്ങനെ പോയി നമ്മൾ അത് ഡിഫൈൻ ചെയ്യണ്ട. നമ്മുടെ ഔട്ട്കം നമ്മൾ കാണുക, അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇൻസ്പയർഡ് ആക്ഷൻ, നോട്ട് ഈവൻ സ്ട്രാറ്റജിക്കൽ ആക്ഷൻ. ഇഫ് ഇറ്റ് ഡസന്റ് ഹാപ്പൻ, അത് നടന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം നിങ്ങൾ അത്രയും മാനിഫെസ്റ്റ് ചെയ്തിട്ടില്ല, നിങ്ങൾ അങ്ങേയറ്റം മാനിഫെസ്റ്റ് ചെയ്തിട്ടില്ല എന്നുള്ളത്. ഇല്ല, അങ്ങനെ നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല. അത് നടന്നില്ലെങ്കിൽ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളൊരു കാര്യം നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യുമ്പം അത് എങ്ങനെ നടക്കാതിരിക്കുന്നത് നമുക്ക് വരും എന്നുള്ളതാണ്. ഇനിയിപ്പം ഇപ്പം പ്രത്യേകിച്ച് പറയുമ്പോൾ ഇപ്പം റിലേഷൻഷിപ്പിലൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ പലരും ചോദിക്കുന്ന ഒരു കാര്യം, എനിക്ക് ഇന്ന ആളെ വേണം, എൻ്റെ എക്സിനെ എനിക്ക് മാനിഫെസ്റ്റ് ചെയ്യണം തിരിച്ചെന്നൊക്കെ പറയും. അപ്പം ഇത് എന്തുകൊണ്ട് നടക്കുന്നില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ ഒന്നുമല്ല, അവളും നിന്റെ ലൈഫിൽ വന്ന നിനക്ക് വേറെ കുറേ മാനിഫെസ്റ്റേഷൻസ് ഉണ്ട്, അത് ചിലപ്പോൾ നടക്കാതെ പോകും. എത്രയോ ആൾക്കാരുണ്ട് പിണങ്ങിപ്പോയി ആൾക്കാരെ പിടിച്ച് വലിച്ച് തിരിച്ചു കൊണ്ടുവന്നിട്ട് പിന്നെ അതിനേക്കാളും വലിയ സ്വർഗം വിചാരിച്ച് തിരിച്ചു കൊണ്ടുവന്നിട്ട് പിന്നെ നരകത്തിലൂടെ പോയിട്ടുള്ളവർ, എങ്ങനെയാ ഇതിനെ ഒന്ന് പിന്നെ ഇറക്കി വിടുന്നെന്ന് ചിന്തിച്ചിട്ടുള്ളവർ അല്ലേ. അപ്പം അതുകൊണ്ട് നമ്മൾ ആ ഒരു ഇതിൽ നമുക്ക് ബിലീഫ് ഉണ്ടാവണം. മനസ്സിലായോ? ആ ഒരു കാര്യത്തിൽ നമുക്ക് ബിലീഫ് ഉണ്ട്. ഇപ്പം നമ്മൾ ഒരുപാട് മാനിഫെസ്റ്റ് ചെയ്തു, നമുക്ക് കിട്ടിയില്ല. ഇപ്പം ഇന്നലെ ഞാൻ ഒരാളോട് ഈ ചോദ്യം ചോദിച്ചതേ ഉള്ളൂ. ആളൊരു MLM വർക്ക് ചെയ്യുകയാണ്, 4 വർഷമായിട്ട് വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ എൻ്റെ അടുത്ത് മാം ഇതിന് എങ്ങനെയാണ് ഞാൻ ഹീൽ ചെയ്യുന്നുണ്ട്, ഇത് ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ ചോദിച്ചു എന്തിലാണ് ഇപ്പോൾ? അപ്പോൾ പറഞ്ഞു ഒരു MLM ഇതിലാണുള്ളത് മാം, അതിൽ ഒരുപാട് ആൾക്കാർ, ലക്ഷങ്ങളുണ്ട്, കോടികൾ, ഇതൊക്കെ അവർ ഏൺ ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ ചോദിച്ചു നിങ്ങൾ 4 വർഷം കൊണ്ട് എത്ര ഏൺ ചെയ്തു എന്ന് ചോദിച്ചു. ഒന്നും ഏൺ ചെയ്തില്ല എന്നാ പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു 4 വർഷമായിട്ട് ഒന്നും നിങ്ങൾ ഏൺ ചെയ്തില്ല, 4 വർഷമായിട്ട് വേറെ ഒരു കാര്യം ചെയ്യാതെ ഇതിൻ്റെ ബാക്കിലാണ് ഇരുന്നത്. അപ്പോൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ പറഞ്ഞ കാര്യം, കണ്ണടച്ചിട്ട് നിങ്ങളുടെ സോളിനോട് നിങ്ങൾ ചോദിക്കുക, ഇതിൽ നിന്നും യൂണിവേഴ്സിലെ എൻ്റെ ക്രിയേറ്റർ എനിക്ക് തരാൻ ഉദ്ദേശിക്കുന്ന മെസ്സേജ് എന്താണെന്നുള്ളത്. അപ്പം ഞാൻ കണ്ണ് തുറന്നിട്ട് തന്നെയാണ് ചോദിച്ചത്. അപ്പോൾ പറഞ്ഞു കുറച്ചും കൂടെ വെയിറ്റ് ചെയ്ത് തരാമെന്നായിരിക്കും. ഞാൻ പറഞ്ഞു ഇനി അതല്ലെങ്കിലോ, അത് പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എന്നിട്ട് പറഞ്ഞു അത് മാറി ചിന്തിക്കാനായിരിക്കും എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് കണ്ണടച്ചിട്ട് നിങ്ങളുടെ സോളിനോട് ഈ ചോദ്യം ചോദിക്കും, മൈ ഡിയർ സോൾ, ഈ 4 വർഷമായിട്ട് ഞാൻ ഈ കാര്യം ചെയ്തിട്ട് എനിക്കത് കിട്ടുന്നില്ല, എന്നാൽ എന്താണ് എൻ്റെ ക്രിയേറ്റർ എന്നെ ഇതുകൊണ്ട് പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്, എന്താണ് ഇതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുക? ഞാൻ പറഞ്ഞു ഫസ്റ്റ് തോട്ട് എടുക്കണം. ആദ്യത്തെ തോട്ടാണ് സോളിൽ നിന്ന് വരുന്നത്, പിന്നെ നമ്മുടെ ഹ്യൂമൻ തോട്ടിൽ നിന്ന് വരുന്നതാണ്, ബ്രെയിനിൽ നിന്ന് വരുന്നതാണ്, ഉറപ്പായിട്ടും നമ്മൾ പിന്നെ ചിന്തിച്ച് ഉണ്ടാക്കുന്നതാണ്. അപ്പം അത് മാം എനിക്ക് വന്നത് മാറി ചിന്തിക്കണം എന്നാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ആൾ പറയുന്നൊരു കാര്യമുണ്ട്, മാം ഞാൻ ഇതിലാണ്, അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് നല്ല സ്നേഹത്തിലായിരുന്നു, ഇപ്പോൾ ഹസ്ബൻഡ് ഭയങ്കര വഴക്കാണ്, എൻ്റെ ഹസ്ബൻഡും എന്നോട് ഇങ്ങനെ തന്നെയാണ് പറഞ്ഞതെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങളിതൊക്കെ ചെയ്തിട്ട് നിങ്ങൾക്ക് അതിനകത്ത് ഒരു ഗ്രോത്ത് ഉണ്ടാവാതിരുന്നപ്പോൾ ദൈവം ഹസ്ബൻഡിൻ്റെ രൂപത്തിൽ ഒരാളെ പറഞ്ഞ് അയച്ചു, നീ ഇത് ചെയ്യണം, നീ ഇത് നിർത്തിയിട്ട് വേറെ എന്തിലേക്കും പോ, നിനക്ക് ഇതുകൊണ്ടൊരു ഇതില്ലല്ലോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ആ MLM കുഴപ്പമുണ്ടായിട്ടല്ല, ആ ഒരു പർട്ടിക്കുലർ ഡൊമൈന് കുഴപ്പമുണ്ടായിട്ടില്ല, അതിലെല്ലാവരും ഏൺ ചെയ്യുന്നുണ്ട്, ഗ്രോത്ത് ഉണ്ട്, നല്ല പ്രൊഡക്റ്റ് എല്ലാം, പക്ഷെ അതിൽ നമുക്ക് റോളില്ല, അതുകൊണ്ടാണ് അത് നടക്കാത്തത്. അപ്പം അപ്പം ഞാൻ പറഞ്ഞു അപ്പം നിങ്ങൾക്ക് ഈ പുള്ളിക്കാരിക്ക് ഏറ്റവും ഭയങ്കര ക്ലോസ് ടു ഹാർട്ട് ആയിട്ടുള്ളത് റിലേഷൻഷിപ്പ് ഭയങ്കര ഇമ്പോർട്ടൻ്റ്. ഇപ്പോൾ ഹസ്ബൻഡ് ഭയങ്കര പിണക്കും, അതുകൊണ്ട് എനിക്ക് ഭയങ്കര സങ്കടമാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നീ അത് പറഞ്ഞിട്ടും കേൾക്കാതിപ്പോൾ എന്ത് ചെയ്തു, ദൈവം അടുത്ത ഒരു കാര്യം നിനക്ക് ഇട്ട് തരാം, നിനക്ക് ഏറ്റവും ഇഷ്ടമുള്ള റിലേഷൻഷിപ്പ്, ആ റിലേഷൻഷിപ്പിൽ ക്രാക്ക് വരികയാണ് ഈ ഒരു കാരണം കൊണ്ട്. അപ്പോൾ ആ ക്രാക്ക് മാറ്റാനെങ്കിലും ഇത് നീ ഉപേക്ഷിക്കുമെന്ന് വിചാരിച്ചാണ് അത് വരുന്നത്, എന്നിട്ട് നീ എന്ത് ചെയ്യുന്നില്ല, അത് വിടുന്നില്ല. അപ്പോഴാണ് നീ എൻ്റെ അടുത്ത് വന്നത്. അപ്പോൾ ഇതിലൊക്കെ പോയിട്ട് ഇപ്പം അറിഞ്ഞോ അറിയാതെ നിന്റെ ഞാൻ പറഞ്ഞു ഞാനല്ല ഈ ഉത്തരം പറഞ്ഞത്, നിന്റെ സോള് നിന്നോട് പറഞ്ഞത്, നീ എനിക്ക് പറഞ്ഞു തന്നതാണ് അല്ലേ. അപ്പോൾ നമ്മൾ മാനിഫെസ്റ്റേഷൻ എന്ന് പറയുമ്പം കൺസിഡർ അവർ സെൽഫ് ആസ് എ സോൾ ആൻഡ് വി ഹാവ് എ പർപ്പസ്.
നമ്മുടെ പർപ്പസിലേക്ക് നമുക്ക് എത്തുന്നതിന് എഗൻസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എടുത്തു മാറ്റപ്പെടും. മനസ്സിലായോ? അപ്പൊ അത് നമ്മൾ എന്ത് ചെയ്യുക? ഇപ്പൊ ഈ പറഞ്ഞ പോലെ ആൾക്ക് വേറെ എന്തോ ഒരു കാര്യമുണ്ട്. ഞാൻ അപ്പൊ ചോദിച്ചാൽ എന്ത് ചെയ്യാനാണ് ഇഷ്ടം? ഞാൻ റിസപ്ഷനിസ്റ്റ് ആയിട്ട് ഇരുന്നിട്ടുണ്ട്, സെയിൽസിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്, പിന്നെ എന്തൊക്കെ ചെയ്യാൻ ഇഷ്ടം? അത് ഗൈഡിങ് ഇഷ്ടമാണ്, ടീച്ചിങ് ഇഷ്ടമാണ്, പിന്നെ ഡ്രൈവിംഗ് ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞു. ഇതിൽ ഒറ്റ ഒരെണ്ണം ചൂസ് ചെയ്യാൻ പറഞ്ഞാൽ നീ എന്ത് ചൂസ് ചെയ്യും? അത് ടീച്ചിങ്, ഗൈഡിങ്. ഞാൻ ചോദിച്ചു എന്തുകൊണ്ട്? ഇതിന് മുന്നേ ഇല്ല അത് എൻ്റെ ഒരു ഫ്രണ്ടാണ് മാമിൻ്റെ അടുത്തേക്ക് എന്നെ പറഞ്ഞു വിട്ടത്. അപ്പം ഞാനിങ്ങനെ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കും, അപ്പോൾ എല്ലാവർക്കും നന്നായിട്ട് മനസ്സിലാവും. അപ്പോൾ എനിക്ക് ഇങ്ങനെ ആർക്കൊക്കെയോ എന്തൊക്കെയോ ചെയ്യണമെന്ന്, അപ്പോൾ സോളിൽ നിന്ന് ഇങ്ങനെ പറയുകയാണ്, എടാ നിന്റെ പർപ്പസ് ഇതാണെന്നുള്ളത്. മനസ്സിലായോ? അപ്പോൾ അങ്ങനെയാണ് ഇങ്ങനെയൊക്കെ എത്തുന്നത്. അപ്പോൾ നമ്മളത് എടുക്കണം എന്നുള്ളതാണ്. കാരണം എവ്രി സോൾ ഹാവ് എ പർപ്പസ് ഹിയർ. അടുത്ത എനിക്കിപ്പം ചോദിക്കാനുള്ള ചോദ്യം എന്ന് വെച്ചാൽ, ഞാനൊരു ബിഗിനറാണ്, ഇതിലേക്ക് പോവാണ്. ഇപ്പം നിമ്മി പറഞ്ഞു യു സീ എവറിത്തിങ് വിത്ത് ഗ്രാറ്റിറ്റ്യൂഡ്. ഇപ്പോൾ ആ ഒരു സാധനം ഇല്ലാത്തൊരു വ്യക്തിയാണെങ്കിൽ അതിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ആദ്യം ചെയ്യേണ്ട സ്റ്റെപ്സ് എന്താണ്? അത് ഞാൻ ഹൈലി ഐ റെക്കമെൻഡ് 28 days മാജിക് പ്രാക്ടീസ്. 28 days. ആ 28 days മാജിക് പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ ശരിക്കും റോണ്ട ബേണിൻ്റെ തന്നെ ഒരു ബുക്കാണ്, മാജിക് എന്ന് പറഞ്ഞൊരു ബുക്കുണ്ട്. അപ്പോൾ അത് നമ്മുടെ ചാനലിലൊക്കെ നമ്മളത് 28 days നിങ്ങൾ എവിടെ നോക്കിക്കോ, അതിൽ ലാസ്റ്റ് എപ്പോഴും എല്ലാ ചാപ്റ്ററിനും ലാസ്റ്റ് പേജിൽ എന്ത് ചെയ്യണം എന്ന് എഴുതിയിട്ടുണ്ട്. ഏത് വീഡിയോസിലും എന്ത് ചെയ്യണം എന്നുള്ളതാണ്. പക്ഷെ എന്തിനാണ് അത് ചെയ്യേണ്ടതെന്നുള്ളത് ഓരോ വീഡിയോസിലും കൃത്യമായിട്ട് ഞാൻ പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പം ഒന്നും അറിയാത്ത ഒരാൾ, ഐ വിൽ സേ യു സ്റ്റാർട്ട് വിത്ത് ദാറ്റ് 28 days മാജിക് പ്രാക്ടീസ്. പിന്നെ നമ്മുടെ ഡൊമൈനിലൊക്കെ ഫസ്റ്റ് ഇപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ട് വരുന്നവർ, നമ്മുടെ കമ്മ്യൂണിറ്റിയിലേക്കൊക്കെ വാട്സാപ്പ് ഗ്രൂപ്പൊക്കെ ഉണ്ട് നമുക്ക്, നിമ്മിസ് മാനിഫെസ്റ്റേഷൻ ക്ലബ് എന്ന് പറഞ്ഞിട്ട്. അതിലേക്കൊക്കെ വരുന്നവർക്ക്, പുതിയതായിട്ട് വരുന്നവർക്ക് ഫ്രീ ആയിട്ട് മെഡിറ്റേഷൻ കൊടുക്കാറുണ്ട്. കാരണം നമുക്ക് ഈ മാനിഫെസ്റ്റ് ചെയ്യണമെങ്കിൽ 2 പേരുടെ കൂട്ട് വേണം. ഒന്ന് നമ്മുടെ ക്രിയേറ്ററിൻ്റെ. അപ്പം നമ്മളുമായിട്ട് നമ്മൾ കണക്റ്റഡ് ആയാൽ മാത്രമേ നമുക്ക് ആ ക്രിയേറ്ററായിട്ടുള്ള കണക്ഷൻ നമുക്ക് ഫീൽ ചെയ്യുള്ളൂ. മനസ്സിലായോ? അപ്പോൾ അതിന് നമ്മൾ മെഡിറ്റേഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെയൊക്കെ ഡൊമൈനിൽ നമുക്ക് 4 ടൈം സോണാണ് മെഡിറ്റേഷൻ ഉള്ളത്. ഇന്ത്യ ടൈം 5 AM, ദുബായ് ടൈം 5 AM, UK ടൈം സോൺ 4:30 AM, US കാനഡ ടൈം സോൺ 5 AM. അപ്പം അക്രോസ് ദ ഗ്ലോബ് മലയാളീസിലുള്ള ഒരു കമ്മ്യൂണിറ്റിയാണ് നമ്മുടെ. So I will say you start with 28 days magic practice and this meditation, then you will start feeling that experience. And നിങ്ങൾക്ക് അതൊക്കെ ഓക്കെ ആണെന്ന് തോന്നുമ്പം നിങ്ങൾ ഫ്രീ ക്ലാസ്സസ് ഉണ്ട്. നമ്മുടെയൊക്കെ ഡൊമൈനിൽ ആഴ്ചയിൽ 3 ഫ്രീ ക്ലാസ്സസ് ഉണ്ട്. യു ലേൺ. ഇതൊക്കെ ഉള്ളതാണ്. ഇതൊക്കെ യു തിങ്ക് വിത്ത് യുവർ ബ്രെയിൻ ആൻഡ് യു ഫീൽ ഇറ്റ് വിത്ത് യുവർ ഓൺ ഹാർട്ട്. എന്നിട്ട് നിങ്ങൾക്ക് എന്താ ഫീൽ ചെയ്യണത് അത് ഇപ്പോൾ നമുക്കുണ്ട്. ലെവൽ 1, 2, 3 ജേർണീസ് ഉണ്ട്. ഒരു ജേർണി ഉണ്ട്. അതിനെ കോഡ് ഓഫ് ഇൻറ്റൻഷണൽ ലിവിംഗ് എന്നാണ് ഞാൻ നെയിം ചെയ്തേക്കുന്നത്. അപ്പം എന്തുകൊണ്ടാണ് കോഡ് ഓഫ് ഇൻറ്റൻഷണൽ ലിവിംഗ് എന്ന് വെച്ചാൽ, ഇൻറ്റൻഷനലി നമ്മൾ ഒരു മനുഷ്യൻ ജീവിക്കാൻ തുടങ്ങുമ്പോഴാണ് നമ്മളുടെ പർപ്പസ് നമുക്ക് കണ്ടെത്താൻ പറ്റുന്നത്. പർപ്പസ് നമ്മൾ കണ്ടെത്തുമ്പോഴാണ് പർപ്പസ്ഫുള്ളി നമുക്ക് ജീവിക്കാൻ പറ്റുന്നത്. മനസ്സിലായോ? അപ്പോൾ അതിനാദ്യം നമ്മുടെ സോളായിട്ട് നമ്മൾ അലൈൻഡ് ആവണം. എന്നിട്ട് നമ്മുടെ ഉള്ളിൽ ഓരോ കാര്യങ്ങൾ നമ്മൾ ഹീൽ ചെയ്യണം. എന്നിട്ട് 3ാമത്തെ ലെവലിലാണ് ഞാൻ കോൺഷ്യസ് മാനിഫെസ്റ്റേഷൻ പഠിപ്പിക്കുന്നത്. കോൺഷ്യസ് ആയിട്ട് നമ്മൾ അതിലേക്ക് എഫേർട്ട് ഇടുന്നതാണ് ഈ 21 days. ഇത് പറഞ്ഞല്ലോ, ഹാബിറ്റ് പറഞ്ഞല്ലോ, അത് എവറി 21 days നമ്മളുടെ ഉള്ളിൽ ഓരോ പുതിയ സെൽസ് ക്രിയേറ്റഡ് ആവുന്നുണ്ട്. നമ്മളെ മൊത്തത്തിൽ പുതിയതായിട്ട് വരുന്നുണ്ട്. അപ്പം നമ്മൾ എന്ത് പുതിയ കാര്യം ചെയ്യുമ്പോഴും അത് നമ്മുടെ ഉള്ളിൽ വയർ ചെയ്യപ്പെടുന്നുണ്ട്. പലരും ഉണ്ട് 21 days അത് ചെയ്യും. എന്നിട്ട് 22nd day 21 ദിവസം ചലഞ്ച് കഴിഞ്ഞു. അതൊരു കാര്യമില്ല. മേക്ക് ഇറ്റ് ആസ് അവർ ലൈഫ് സ്റ്റൈൽ. നമ്മളൊരു ദിവസം പോലും ബ്രഷ് ചെയ്യാതിരിക്കുമോ? കുളിക്കാതിരിക്കുമോ? അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ എവറി ഡേ യു മെഡിറ്റേറ്റ്, യു കണക്ട് വിത്ത് യുവർ സെൽഫ് ആൻഡ് മാനിഫെസ്റ്റേഷൻ വിൽ ഫ്ലോ ഈസി ആൻഡ് ഓട്ടോമാറ്റിക്കലി. ഫോർ ഷുവർ. ബട്ട് വി നീഡ് ക്ലാരിറ്റി. അപ്പോൾ അതിനു വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? ഒരു ജേർണൽ എടുത്തിട്ട് ക്ലിയർ ആയിട്ട്, ഇപ്പോൾ ഞാൻ പഠിപ്പിക്കുന്ന 9 areas ഓഫ് ലൈഫ് ഉണ്ട്. അതായത് ഹെൽത്ത്, റിലേഷൻഷിപ്പ്, മണി, കരിയർ. ഇതാണ് 4 ബേസിക് ഏരിയ HRCM. ഹെൽത്ത്, റിലേഷൻഷിപ്പ്, കരിയർ, മണി. ഇതിൽ നിന്നും ഡിറൈവ് ചെയ്തിട്ടുള്ള ബാക്കി 5 കാര്യങ്ങളുണ്ട്. അത് മെറ്റീരിയലിസ്റ്റിക് ഡിസയേഴ്സ്, മെറ്റീരിയൽ നമുക്ക് 6 വീട്, അത് അങ്ങനെയുള്ളത്. പേഴ്സണൽ അച്ചീവ്മെൻറ്റ്സ്. കാരണം നമുക്ക് എപ്പോഴും ഹാപ്പിനെസ് നമ്മൾ പേഴ്സണലി അച്ചീവ് ചെയ്യുമ്പോഴാണ്. അതെ, ഒരു പടി മേളിൽ നിൽക്കുന്നത്. പേഴ്സണലി നമ്മൾക്ക് എന്തെങ്കിലും നമ്മൾ നേടുമ്പോഴാണ് നമ്മുടെ എനർജി ഹൈ ആവുന്നത്. അത് നമ്മുടെ എല്ലാ ഏരിയസിലും അത് റിഫ്ലക്റ്റ് ചെയ്യുന്നുള്ളതാണ്. ദെൻ സ്പിരിച്വാലിറ്റി, ഫൺ ആൻഡ് ഹോബീസ്, ദെൻ ചാരിറ്റി. നമ്മളിത് ചെയ്യുന്നതും നമ്മളിത് വർക്ക് ചെയ്യുന്നതും ഒന്നും നമുക്ക് വേണ്ടി മാത്രമല്ല. ഇങ്ങനെയൊന്നും ചെയ്യാൻ പറ്റാത്ത, ഇങ്ങനെയൊന്നും ചിന്തിക്കാൻ കഴിയാത്ത, അങ്ങനെയുള്ള അവസ്ഥയിലുള്ള ആൾക്കാരുണ്ട്. അവർക്കും കൂടെ വേണ്ടിയിട്ടാണ് നമ്മൾ നിലകൊള്ളുന്നത്. നമ്മൾക്കിപ്പോഴും പലരും ഇത് കാണാൻ നേരത്ത് മാനിഫെസ്റ്റേഷനോ എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടാവും. പക്ഷേ
നിമ്മി പറഞ്ഞു തന്നായിരുന്നു ജപ്പാൻ ഇല്ലെങ്കിൽ വേറെ പല രാജ്യങ്ങളിലും ഇക്കിഗായ് എന്ന് പറഞ്ഞൊരു ബുക്കുണ്ട്. ഇക്കിഗായ് എന്ന് പറഞ്ഞ ബുക്കിനെ ഫോളോ ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട്. സോ നമ്മുടെ രാജ്യത്ത് ഓരോ മാറ്റങ്ങളും വരുന്നതിന് മുന്നേ തന്നെ പലയിടത്തും വന്നിരുന്ന് അതിനെപ്പറ്റി ഒന്ന് മെൻഷൻ ചെയ്യോ? തീർച്ചയായിട്ടും. ആക്ച്വലി ഈ ഒരു അറിവ് ഇതൊരു എന്താ പറയുക, നമ്മുടെ സോൾ എന്ന് പറയുന്ന ആ ഒരു കാര്യം ഇപ്പം പല വേദഗ്രന്ഥങ്ങളിലും പറയുന്നുണ്ട്. അപ്പം അതിൽ ഡിനോട്ട് ചെയ്തിട്ടുണ്ട്, പ്രോഫിറ്റ്സിനോടൊക്കെ പറയുന്നത്, നീ റൂഹിനെ കുറിച്ച്, നിന്റെ ഈ റൂഹ് അതായത് സ്പിരിറ്റ് സോളിനെ കുറിച്ച് ചോദിച്ചാൽ നീ അവരോട് പറഞ്ഞു കൊടുക്കണം, അതൊരു പ്രപഞ്ച രഹസ്യമാണെന്ന് പറഞ്ഞു കൊടുക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് സോളിന് ഒരുപാട് സീക്രട്സ് ഉണ്ടെന്നുള്ളതാണ്. ഈ സോളും ഈ പ്രപഞ്ചവുമായിട്ട് ഭയങ്കര കണക്റ്റഡ് ആണെന്നുള്ളതാണ്. അപ്പോൾ ഈ പ്രപഞ്ചത്തിൽ ഒരുപാട് സീക്രട്സ് ഉണ്ട്. അതിലാണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷെ അത് ആരും അവയർഡ് അല്ല, മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്. ഇന്ന് ദുബായ് ഒരു കാര്യം അനൗൺസ് ചെയ്താൽ അത് നടക്കുമെന്നാണോ നടക്കത്തില്ലെന്നാണോ ഒറ്റ വാക്കിൽ പറയാൻ പറ്റുന്നത്? നടക്കും. അപ്പോൾ ഫ്യൂച്ചർ മ്യൂസിയം എന്ന് പറഞ്ഞ് ഇന്ന് അവർ അത് ഇടുമ്പോൾ നമ്മൾ എങ്ങനെയാണ് കാണാൻ പോകുന്നത്? ടുമോറോ ദുബായ് ഇസ് ലൈക്ക് ദിസ് അല്ലേ? അപ്പൊ അവര് നാട്ടുകാരെ കൊണ്ടുകൂടി മാനിഫെസ്റ്റ് ചെയ്യിപ്പിക്കുകയാണ്. ഞാൻ അവിടെ ചെല്ലുമ്പോൾ ആലോചിച്ചിട്ടുണ്ട്, ഒരു രാജ്യത്തിന് ഈ ഒരു 30-35 വർഷങ്ങളുടെ ഇടയിൽ ഇത്രയും ഗ്രോത്ത് ഉണ്ടാക്കാമെങ്കിൽ അമ്മ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഒരു മനുഷ്യന്, ഒരു രാജ്യം എന്ന് പറയുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ അതിനകത്ത് ഇൻക്ലൂഡ് ആയിട്ടുള്ളത്. ഒരു മനുഷ്യന് അവൻ്റെ ജീവിതത്തിൽ ഈ ഒരു വർഷങ്ങളുടെ ഇടയിൽ എന്തൊക്കെ കാര്യങ്ങൾ കൊണ്ടുവരാൻ പറ്റും? നമ്മളൊന്ന് അറിഞ്ഞങ്ങ് ഇറങ്ങി തിരിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾ വർക്ക് ചെയ്യാൻ റെഡിയാണ്. ഒരു 2 ആഴ്ച അങ്ങനെയല്ല, ഞാൻ പറയും യു ഡെഡിക്കേറ്റ് 1 year ഫോർ യുവർ സെൽഫ്. ജീവിതായുസിൻ്റെ ഒരേ ഒരു വർഷം, ആ ഒറ്റ വർഷം വേറെ ആർക്കും വേണ്ടിയിട്ടല്ല, നിങ്ങൾക്ക് വേണ്ടി നിങ്ങളൊന്ന് മാറ്റി വെച്ച് നോക്കിക്കേ. കണ്ടിട്ടില്ലേ പല സെലിബ്രിറ്റീസും വലിയൊരു ബ്രേക്ക് എടുത്തിട്ട് തിരിച്ചു വരും, പിന്നെ നടക്കുന്നതെല്ലാം മാജിക് ആണ്. അവരെ എല്ലാം കട്ട് ചെയ്തിട്ട് ഒരു വർഷം അവർക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നുണ്ട്, എന്നിട്ട് അവർ ദേ ആർ കമ്മിങ് ബാക്ക് വിത്ത് ഹ്യൂജ് എനർജി. അപ്പൊ അതിൽ ആര് എത്ര ഓർഡിനറി ആയിക്കോട്ടെ, എത്ര വിദ്യാഭ്യാസം ഇല്ലാതെ ആയിക്കോട്ടെ, ഒന്നും വേണ്ട. മാനിഫെസ്റ്റേഷൻ വിദ്യാഭ്യാസം പ്രശ്നമല്ല, പ്രായം പ്രശ്നമല്ല, ഒറ്റൊരു കാര്യമുള്ളൂ, ആഗ്രഹം, തീവ്രമായിട്ടുള്ള ആഗ്രഹം. അതുണ്ടോ ഈ പ്രപഞ്ചം മുഴുവനും നമ്മൾക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നത്. നമ്മൾ നോർമൽ ലൈഫിൽ പോലും ഈ പ്രപഞ്ചം നമുക്ക് വേണ്ടി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ? അപ്പോൾ എന്താ, നമ്മൾ ക്ലാരിറ്റി കൊടുക്കുമ്പോൾ, എനിക്ക് ഇതാണ് ഇങ്ങനെയാണ് വേണ്ടത് ക്ലാരിറ്റി കൊടുക്കുമ്പോൾ അതും ഇന്റൻസ് ആയിട്ട് നമുക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നുള്ളതാണ്. സോ ദാറ്റ് ഈസ് എ റിയാലിറ്റി. I wish you all the best. Definitely, I hope many will be coming for your session to know the inner healing. Thank you. Thank you.